ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അപാരമായിട്ടുള്ള കരുണാകടാക്ഷം കൊണ്ട് നമുക്ക് ഇന്നതാ ഈ സത്സംഗത്തിലിരിക്കാനായിട്ട് സാധിച്ചു. ഭഗവാന്റെ ആ കാരുണ്യത്തിൻ്റെ മുമ്പിൽ മനസ്സുകൊണ്ട് നമസ്കരിച്ച്, അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഈ സത്സംഗം തുടങ്ങാം. ശ്രീകൃഷ്ണ കഥാമൃതം, അത് കഴിഞ്ഞ ദിവസം നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത് ആ ഭഗവാന്റെ ആ വരുണൻ്റെ അടുത്ത് നിന്ന് നന്ദഗോപർ വന്ന് ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവിടെയുള്ളവർക്ക് എല്ലാവർക്കും ഭഗവാന്റെ ആ അതിമഹത്വമായിട്ടുള്ള ആ ഒരു മേന്മയെ അറിയണം, അവർക്കും അങ്ങനെ ഒരു അനുഭവം വേണം എന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ അവരെ എല്ലാവരെയും കൂടി ഇതാ ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോണു. ഒരു നിമിഷം കൊണ്ട് അവർ വൈകുണ്ഠത്തിലെത്തി. പക്ഷേ ഇവിടെ അവരുടെ പ്രിയപ്പെട്ടവനായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ബാലകൻ അവിടെ ദാ അനന്തശായിയായിട്ട് ഇങ്ങനെ ഇരിക്കണു. ആ കണ്ണൻ്റെ അടുത്തേക്ക് പോകാൻ പാടില്ല. കുട്ടികളുടെ പോലെ ഓടിച്ചാടി അവിടെ കുട്ടികൾക്ക് കളിക്കാൻ സാധിക്കില്ല. കൃഷ്ണ കണ്ണ എന്നൊക്കെ വിളിക്കുമ്പോൾ പറയും, മരുത്, നാമം ജപിക്കാൻ മാത്രമേ പാടുള്ളൂ, ഇവിടെ വേറെ ഒന്നും പാടില്ല, നാമം ജപിച്ചുകൊണ്ടിരുന്നോളൂ എന്ന് പറയണു. അതുപോലെ ആ വാത്സല്യനിധിയായിട്ടുള്ള ആ ഗോപീഗോപന്മാർക്ക് കണ്ണനെ ഒന്ന് എടുക്കാനോ താലോലിക്കാനോ ആ വാത്സല്യം പങ്കുവയ്ക്കാനോ സാധിക്കണില്ല. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇവിടെ എന്ത് കാര്യമുണ്ട്? ഈ വൈകുണ്ഠത്തിൽ ബാക്കിയെല്ലാം ഉണ്ട്, അവിടെ എല്ലാം സമ്പൽ സമൃദ്ധമായിട്ടുണ്ട്. എന്ത് കാര്യം വേണം ചിന്തിക്കുന്ന മാത്രമല്ല, ഏതു വിധത്തിലുള്ള ആഹാരങ്ങളാവട്ടെ സുഖസൗകര്യങ്ങളാവട്ടെ എല്ലാം നമുക്ക് ആസ്വദിക്കാനുണ്ട്. പക്ഷേ ആ ഭഗവാന്റെ സാമീപ്യം നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അനുഭവം ആവണില്ല. അപ്പോൾ അവരൊക്കെ എല്ലാവരും പ്രാർത്ഥിച്ചു, ഇതിനേക്കാളും ഭേദം ഞങ്ങൾക്ക് ഞങ്ങളുടെ വൃന്ദാവനാണ്, ആ വൃന്ദാവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകൂ എന്ന്, വീണ്ടും നമുക്ക് അവിടെ തന്നെ മതി ഭഗവാനെ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടേക്ക് കൊണ്ടുവന്നു. പഴയ അവരങ്ങനെ ചിന്തിച്ച മാത്രമല്ലേ പഴയതുപോലെ ഈ കഴിഞ്ഞതൊക്കെ ഒരു സ്വപ്നം പോലെ മറന്നുപോയി. സ്വപ്നം കണ്ടാൽ നമുക്കത് ഓർമ്മയുണ്ടാവും. പക്ഷെ ചില സ്വപ്നങ്ങൾ കണ്ടാൽ എന്തോ ഒന്ന് കണ്ടു, പക്ഷെ എന്താന്ന് പറയാൻ കിട്ടണില്ല. നല്ലൊരു സ്വപ്നമായിരുന്നു, പക്ഷെ പറയാൻ കിട്ടണില്ല. അങ്ങനെ നമ്മൾ പറയാറില്ലേ, അതുപോലത്തെ ഒരവസ്ഥയിലായി അവർ. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ഗോപികമാര് ഇതൊക്കെ ഇതിനിടയിലൊക്കെ ഗോപികമാരെല്ലാവരും കൂടിയിട്ട് എപ്പോഴും പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കണ്ണൻ ഗോപികമാർക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എപ്പോഴാ വാക്ക് കൊടുത്തേ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എപ്പോഴാ വാക്ക് കൊടുത്തേ?
കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ കുരുതേ നമഃ. അന്ന് അവരുടെ ആ ശരീരബോധത്തെ ഇല്ലാണ്ടാക്കിയിട്ട്, ശരീരബോധം വെടിഞ്ഞാൽ മാത്രമേ എന്നെ പ്രാപിക്കാൻ സാധിക്കുള്ളൂ, മറ്റെല്ലാ ബന്ധങ്ങളും ബന്ധനങ്ങളാണ്, അതിനൊക്കെ ഉപേക്ഷിച്ച് സ്വന്തം ശരീരബോധം പോലും, മറ്റുള്ളവരെ ഉപേക്ഷിക്കൽ പോട്ടെ, അച്ഛനെ, അമ്മയെ, ഭർത്താവിനെ, ബന്ധുക്കളെ, മക്കളെ ഒക്കെ അവരിൽ നിന്ന് കിട്ടുന്ന സുഖവും സ്നേഹവും സൗകര്യമൊക്കെ വേണ്ടാന്ന് വെക്കുക, അത് പോട്ടെ, പുറത്തുനിന്നുള്ളതല്ലേ, അതിന് പകരം സ്നേഹിക്കാൻ കണ്ണനുണ്ട്. അവനവനെ തന്നെ ഉപേക്ഷിക്കുക എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം നമുക്ക് സുഖം ഉണ്ടാവാനും നമുക്ക് സന്തോഷം ഉണ്ടാവാനുമാണ് മറ്റുള്ളവരെ നമ്മൾ ആശ്രയിക്കാൻ തന്നെ. അച്ഛൻ്റെ വാത്സല്യമായിട്ട് വാങ്ങുമ്പോൾ ഒരു സന്തോഷം, കുട്ടികൾക്ക് ആ അച്ഛനമ്മമാരുടെ വാത്സല്യമായിട്ട് ആ സ്നേഹമായിട്ട് വാങ്ങുമ്പോൾ ഒരു സന്തോഷം, ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും ആ സന്തോഷത്തെയും സ്നേഹത്തെയാണ് അവരാഗ്രഹിക്കുന്നത്. തിരിച്ചും അങ്ങനെ തന്നെ, അങ്ങനെ പരസ്പരം ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് സുഖമാവാൻ, നമുക്ക് സന്തോഷമാവാൻ. ആരെങ്കിലും ഒരാൾ നമുക്ക് അപ്രിയമായിട്ട് പറഞ്ഞാൽ അവർ നമുക്ക് ശത്രുവായി അല്ലേ? അപ്പോൾ അവരോടുള്ള സ്നേഹത്തിനേക്കാളും എത്രയോ മേലെയാണ് നമുക്ക് സ്വയം നമ്മളോടുള്ള സ്നേഹം. നമുക്ക് വിപരീതമായിട്ട് ഒരാൾ പ്രവർത്തിച്ചാൽ പിന്നെ അവർ ശത്രുവായി. അങ്ങനെ നമുക്ക് അരുതാത്തത് ഒരാൾ പറഞ്ഞാൽ ശത്രു. ഏത് അമ്മയാവട്ടെ, അച്ഛനാവട്ടെ, ഭാര്യ ആവട്ടെ, ഭർത്താവട്ടെ, അവർ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമില്ല. ചിലപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതായിരിക്കും. ഒരു പ്രവൃത്തി ചെയ്യണു, ഭാര്യ ഒന്ന് ചെയ്യണു, അല്ലെങ്കിൽ ഭർത്താവ് ഒന്ന് ചെയ്യണു, അവർ ചെയ്യുന്ന പ്രവൃത്തി നല്ലതായിരിക്കും. പക്ഷെ ഭാര്യ അങ്ങനെ ചെയ്യണത് ഭർത്താവിന് ഇഷ്ടമില്ല, അല്ലെങ്കിൽ ഭർത്താവ് അങ്ങനെ ചെയ്യുന്നത് ഭാര്യയ്ക്ക് ഇഷ്ടമില്ല. ചെവിടെ അതൊന്നും വേണ്ട. അപ്പോൾ അമ്പലത്തിൽ പോണ കാര്യം രാവിലെ ആർക്കും ഒരു ദോഷമില്ല. രാവിലെ കുളിച്ച് നേരത്തെ എണീറ്റ് കുളിച്ച് പോയി അമ്പലത്തിൽ പോയി വന്ന് തീപ്പൂട്ടുക നല്ലൊരു കാര്യമാണത്. നേരത്തെ എണീറ്റിട്ട് പോയിട്ട് വന്ന് ചെയ്യുക. പക്ഷെ അത് എന്ത് ദ്രോഹ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉണ്ടാവണേ. അപ്പോൾ ഭാര്യമാരാണ് അധികം പോവുക. അപ്പോൾ അവരങ്ങനെ പോകുമ്പോൾ എന്ത് ദോഷം ഉണ്ടാവണേ? ഇവരുടെ കാര്യങ്ങളൊക്കെ കൂടി ഇട്ടിട്ട് പോകുന്നല്ല, കുളിച്ച് വന്ന് അടുപ്പിൽ തീപ്പൂട്ടി ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കണു. ആ സന്ധ്യ നേരത്ത് വിളക്ക് കൊളുത്തി വെച്ച് കുറച്ച് നേരം ഇരുന്ന് നാമം ജപിക്കണം. അത്രയും നേരമല്ല, സന്ധ്യയ്ക്ക് മാത്രം ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് നാമം ജപിക്കണം. ആർക്കും എന്ത് ദോഷമല്ല. എന്നാലും അത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അത് വേണ്ടാന്ന് പറയും. അപ്പോൾ ഇവർക്കാണെങ്കിലും അത് ഇഷ്ടമാണേനും ഇത് ഒഴിച്ചു വിടാൻ വയ്യ. പറയേ അത് പറഞ്ഞാൽ പറ്റില്ല, ഇത്ര നേരമൊക്കെ ഞാനിത് ചെയ്യണില്ലേ, എന്നിട്ട് പിന്നെ ഈ ഒരു സമയമല്ലേ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാൻ പാടുള്ളൂ, ഞാനിത് ചെയ്യും. അപ്പോൾ അത് ചെയ്തിട്ട് എന്താ ഉണ്ടാവുക? പിന്നെ അതൊരു വാക്ക് തർക്കമായി. ഭർത്താവിന് ഇഷ്ടമില്ലാണ്ട് ഭാര്യ ചെയ്യണം. അവിടെ ഇപ്പോൾ ഭാര്യയ്ക്കും ഞാൻ പറഞ്ഞത് കേട്ടില്ല, ഒരലോഹ്യായി. ഭർത്താവിന് ഞാൻ പറഞ്ഞത് ഭാര്യ കേട്ടില്ല, ഒരലോഹ്യായി. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ അനുവദിക്കുന്നില്ല ഭർത്താവ്, ആലോഗ്യായി. അപ്പം ഞാൻ പറയണത് കേട്ടില്ല എന്ന് പറയുമ്പോൾ എന്നെ സന്തോഷിപ്പിക്കണില്ല, എൻ്റെ വാക്ക് കേൾക്കണില്ല. അപ്പം അവിടെ ആർക്കാ പ്രാധാന്യം? എനിക്കാ പ്രാധാന്യം. ഇവിടെയും ആർക്കാ പ്രാധാന്യം? എനിക്കാ പ്രാധാന്യം. അപ്പം അങ്ങനെ ആ സ്വന്തം ശരീരത്തിനും അവനവൻ്റെ സുഖത്തിനാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് മഹാത്മാക്കൾ പറയണ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവയവരന്നു സുഖത്തിനായി വരേണം. നമ്മുടെ ആത്മസുഖമൊന്നും വേണ്ട നിൽക്കേണ്ട, പക്ഷെ അത് മറ്റുള്ളവർക്കും കൂടി സുഖത്തിനായി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലാത്തത് ഇപ്പോൾ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി വെച്ച് നാമം ജപിക്കുന്നത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് കർക്കശമായിട്ട് പറയുകയാണോ? വിളക്ക് കൊളുത്തി വെച്ചില്ലെങ്കിലും അവിടെ ഇരുന്നില്ലെങ്കിലും ജപിക്കാം അല്ലേ? നമ്മുടെ ഉള്ളിൽ അന്തര്യാമയായിട്ടിരിക്കുന്ന ഭഗവാനെ എവിടെ എങ്ങനെ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ ഏത് ഭാവത്തിലും പൂജിക്കാം. പണ്ടൊരിക്കലൊരു കഥ പറഞ്ഞു തന്നിട്ടില്ലേ? ഒരു കുട്ടി കോളേജിൽ പഠിക്കാൻ പോയ കഥ ഓർമ്മയുണ്ടാവുമെന്നൊന്നും അറിയില്ല. ആ കുട്ടി പഠിക്കാൻ പോയി കഴിഞ്ഞിട്ട് അത് വളരെ ആചാരാനുഷ്ഠാനങ്ങളോട് കൂടിയിട്ടുള്ളൊരു ഗൃഹത്തിൽ നിന്നാണ് പോയത്. അവിടെ ചെന്നപ്പോൾ രാവിലെ നേരത്തെ എണീച്ചു, ഒരു വിളക്കൊക്കെ കൊളുത്തി വെച്ച് ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് അതിൻ്റെ മുമ്പിലിരുന്ന് ജപിക്കാൻ തുടങ്ങിയപ്പോൾ കൂടെയുള്ള മറ്റുള്ള കുട്ടികളൊക്കെ എണീറ്റു. എന്താ ഡോക്താൻ കാണിക്കണേ? ഞാൻ നാമം ജപിക്കുക. ഇനി നാളെ ഈ മേലാക്കം ഇങ്ങനെ ഇതിവിടെ കണ്ടു വെച്ചാൽ തൻ്റെ ഫോട്ടോ ഉണ്ടാവില്ല, താനും ഉണ്ടാവില്ല അവിടെ, ഇതൊക്കെ തല്ലി പൊടിച്ച് കളയും തന്നെ. അങ്ങനെ പറഞ്ഞ അവരൊക്കെ പറഞ്ഞു. അതിന് ശേഷം
ആ കുട്ടി ഒന്നും മിണ്ടിയില്ല. അത് പറഞ്ഞ് ആ വിളക്കൊക്കെ അവർ ഊതിക്കെടുത്തി അവൻ വായിച്ചിരുന്ന പുസ്തകമൊക്കെ അടച്ച് മേടിച്ചു വെച്ചു. അങ്ങനെ പിന്നെ അന്ന് ആ കുട്ടി ആ വിളക്കും ഇതൊക്കെ വൃത്തിയായിട്ട് ആ ബാഗിൻ്റെ ഉള്ളിൽ എടുത്തു വെച്ചു. പിന്നെ പുറത്തെടുത്തിട്ടില്ല. എണീക്കുമ്പോൾ കോളേജിലേക്ക് പോകാൻ ഒരു 9 മണിക്കാണ് പോകേണ്ടത്. 8:30 ആകുമ്പോഴേ എണീക്കുള്ളൂ. എണീറ്റാൽ കുളി കഴിഞ്ഞ് പോകുക. ഇവർക്കൊക്കെ നല്ല സന്തോഷമായി. അവർ ഒന്നും പറഞ്ഞില്ല. ജോലി പഠിപ്പ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ അവരോട് കൂട്ടുകാരോടൊക്കെ എന്തെങ്കിലും പറഞ്ഞിരിക്കും. പിന്നെ അതേക്ക് ചെന്ന് കിടന്നു. ഏതു നേരം അവന് ഉറക്കം തന്നെ. ആ കൊതുവല ഇട്ടു. നല്ല കൊതുവുള്ള സമയമാണ്. കൊതുവല ഉണ്ട് ഓരോരുത്തർക്ക്. ആ കൊതുവല ഇട്ട് അവിടെ കിടന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. അവിടുത്തെ ആ കോഴ്സൊക്കെ ഇതായി നല്ല രീതി. ഇവൻ പഠിച്ചിട്ടില്ല. ഇവനെപ്പോഴും ഉറക്കുക. ഇടയിൽ ഏതെങ്കിലും ദിവസം കിട്ടിയാലും അതെ, അപ്പോഴും ഉറങ്ങണതാണ്. ഈ ഉറക്കം തന്നെ ഉറക്കം. മറ്റുള്ളവർക്കും സമാധാനമായി. ഈ കുട്ടി ഇപ്പം പഠിക്കുകയെ ഈശ്വര വിചാരമൊന്നും ഇല്ലല്ലോ. അവരവരുടെ തോന്നിവാസം കാണിച്ച് അവരും പോയി. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഇവന് നല്ല മാർക്കോട് കൂടിയിട്ട് പാസ്സായി. വീട്ടിൽ എത്തി. അമ്മയും അച്ഛനൊക്കെ ചോദിച്ചു, മോനെ സന്ധ്യാവന്തനൊക്കെ ഉറങ്ങാണ്ടൊക്കെ ചെയ്തില്ലേ? അമ്മ ചെയ്യണ്ടായിരുന്നു. എന്താ വെച്ചാൽ എങ്ങനെയുണ്ടായി? ആ കൊതുകുവലയുടെ ഉള്ളിൽ കിടന്നു. അവിടെ പഠിക്കാനുള്ളതും അവന് നാമം ജപിക്കാനുള്ളതും എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ. മനസ്സുകൊണ്ട് മനസ്സാ സ്നാനം ചെയ്ത്, മനസ്സാ വിളക്ക് കൊളുത്തി വെച്ച്, മനസ്സാ ഭഗവാനെ പ്രതിഷ്ഠിച്ച് അതിൻ്റെ ഉള്ളിലിരുന്ന് അവൻ നാമം ജപിച്ച്. ആരും അറിഞ്ഞില്ല. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. മറ്റുള്ളവർക്ക് സമാധാനമാവുകയും ചെയ്തു. കാരണം ചിലവരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ആ ജീവൻ്റെ ഗതി എങ്ങനെയാണ്. അപ്പം അവരെ പറഞ്ഞ് മനസ്സിലാക്കാതുള്ളതൊന്നും ആവില്ല നമ്മുടെ നിയോഗം. അഥവാ അങ്ങനെ ഒരു നിയോഗം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് പറയുക തന്നെ ചെയ്യും. അതിനെ എതിർക്കുക തന്നെ ചെയ്യും. അപ്പം അങ്ങനെ ഒരു നിയോഗം ഇല്ലാത്തത് കൊണ്ട് വല്ലാണ്ട് അതിനു വേണ്ടി പരിശ്രമിച്ച് സമയം കളയണ്ട. അപ്പം അത് കാലാന്തരത്തിൽ നേരെയായിക്കോളും. നേരെയാവണതാണെങ്കിൽ നേരെയാവും. ഭഗവാൻ അതിന് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു കൊടുക്കും. അപ്പം അങ്ങനെയാണ്. അപ്പം ഈ ഉള്ളിലുള്ള ആ ഭാവം നമുക്ക് മറ്റുള്ളവരെ അറിയിക്കണമെന്നൊന്നുമില്ല. അപ്പം ഇത് എന്തുണ്ടായേ? ഇപ്പം പറഞ്ഞു എന്താ, ഗോപികമാർ ശരീരബോധം അവർക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അതാണെന്ന് വെച്ചാൽ ഞാൻ എന്നുള്ള ഭാവം, എനിക്ക് ഭഗവാനെ വേണം, എനിക്ക് കൃഷ്ണനെ വേണം എന്നുള്ള ആ ഒരു ഭാവം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അതിനെ ഭഗവാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരെ ആ ശരീരബോധം, ശരീരമല്ല അതിനുള്ളിലിരിക്കുന്ന ആത്മാവാണ് എന്നുള്ള ഭാവം മനസ്സിലാക്കി കൊടുത്തു. പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അത് കഴിഞ്ഞു. അവരോട് പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹം സാധിപ്പിച്ചു തരാം. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് ഒരു ദിവസം വരും. ഞാൻ വിളിക്കുമ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ അടുത്തേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് അവരെ അന്ന് പറഞ്ഞയച്ചതാണേ. അത് കഴിഞ്ഞതാ ഭഗവാൻ അവർ കാത്തിരിക്കുകയാണ്. ആ ഭാഗങ്ങളാണ് ഇനി നമ്മൾ പാരായണം ചെയ്യണത്. ഭഗവാനരുളി ചെയ്ത ശരൽക്കാലമണഞ്ഞിടാൻ ഓരോ നാളും യുഗം പോലെ ഗോപിമാരുന്തി നീക്കവേ വിശേഷന് അകക്കാമ്പിലോർത്തന്മായാധിനായകൻ വാർമുല്ല പൂത്തൊരക്കന്നി നിലാവിൽ വിഹരിക്കുവാൻ കിഴക്കേ ദിക്കിലന്നേരം ഉദിച്ചു കുളിവാർമതി മരച്ചാത്തിൻ്റെ മറവിൽ കൂടി ഓമൽക്കരങ്ങളാൽ ഇന്ദ്രദിക്കിൻ്റെ നെറ്റിക്കു തൊടിച്ചു കുളിർ കുങ്കുമം മഞ്ഞിടത്തിനെഴുന്താപമാകെ മാറ്റി വിളങ്ങിനാൻ മന്ദസ്മിതാദ്രമാം രാധാമുഖം പോലതിമഞ്ജുളം മിന്നീടും ശരചന്ദ്രമണ്ഡലം പ്രഭു നോക്കവേ വെണ്ണിലാവിനാൽ വെള്ളി അലുക്കിട്ടതുമാതിരി വൃന്ദാവനം മുഴുവനും വിളങ്ങി വളർകാന്തിയിൽ താരങ്ങൾ വിണ്ണിലെങ്ങെങ്ങും കൊളുത്തി ചന്ദനത്തിരി തലയാട്ടി രസിച്ച് അശ്രുപൊഴിക്കും വൃക്ഷപംക്തികൾ വിരിച്ചു പുഷ്പാസ്തരണം നാഥന് വിഹരിക്കുവാൻ പൂവളക്കു തുറന്നെങ്ങും വീശി വൈന്തന്നൽ വാർമണം ആമട്ടെഴും പ്രകൃതിതൻ കാന്തി കണ്ടഖിലേശ്വരൻ
ഓടക്കുഴലെടുത്തമ്പാർന്നുതിനാൻ വിശ്വമോഹനം. ആ ഭഗവാന്റെ രാസലീലയ്ക്കുള്ള പുറപ്പാടാണ് ഇവിടെ പറയണത്. എങ്ങനെയാണ്? ആ ശരൽക്കാരായിക്കഴിഞ്ഞാൽ നിങ്ങളേതാ വേണ്ടതുപോലെ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നിങ്ങളെ സന്തോഷിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദിവസം ഓരോ ദിവസവും ഗോപികമാർ കാത്തിരിക്കുകയാണ്. ഇന്ന് വിളിക്കുക. ഓരോ നിമിഷവും ആ കൃഷ്ണനായിട്ട് കാതോർത്തുകൊണ്ട് അവർ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ആ ഭഗവാനിൽ തന്നെ മനസ്സ് ചേർത്ത് വെച്ച് ഭഗവാനെ പറ്റി ചിന്തിച്ച് ഈശ്വരനിൽ മാത്രം മനസ്സ് ചേർത്ത് വെച്ചിട്ടതാ അവർ കഴിഞ്ഞു പോണു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഭഗവാൻ നോക്കുമ്പോൾ ആ പൂർണ്ണചന്ദ്രൻ, ശരത്കാലത്ത് പൂർണ്ണചന്ദ്രൻ അവിടെ കാണാൻ ഉദിച്ചുയർന്നു. ആ വൃന്ദാവനം മുഴുവൻ അത്യന്ത സുന്ദരമായിട്ടുള്ള ആ നിലാവിൻ്റെ ശോഭയാൽ അത്രയും തിളക്കമാർന്നതായിട്ട് തീർന്നു. അതുപോലെ നക്ഷത്രങ്ങളൊക്കെ അതിമനോഹരമായ തൂക്കുവിളക്കുകൾ പോലെ തോന്നി. രാധ നെറ്റിയിൽ തൊട്ട ആ ചന്ദനം കുങ്കുമം പോലെയാണത്രേ അവിടെ ആ ചന്ദ്രൻ വിളങ്ങിയത്. അങ്ങനെ ആ വൃക്ഷങ്ങളൊക്കെ ആ പൂക്കളൊക്കെ കൊഴിഞ്ഞു വീണ് കിടക്കുന്നുണ്ട്. അപ്പം ആ പൂക്കളൊക്കെ വിരിച്ചിട്ട് എല്ലാം സജ്ജമാക്കി തീർത്തു. പ്രകൃതി മനോഹരമായിട്ട് അണിഞ്ഞൊരുങ്ങി എന്തിനു വേണ്ടി? മഹാരാസത്തിന് വേണ്ടിയിട്ട് ഉള്ള ആ ഒരു ആ ഒരു രംഗം ഒരുക്കാൻ വേണ്ടിയിട്ട് ആ പ്രകൃതി അണിഞ്ഞൊരുങ്ങി. അങ്ങനെ ആ സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ ആ ഓടക്കൊള്ളെടുത്തിട്ട് പാടാൻ തുടങ്ങിയല്ലേ. വൃന്ദാവനികയിലന്നൊരു നാൾ സുന്ദരമായൊരു സായംകാലം ചന്ദ്രികവാനിലുദിച്ചുയർന്നു ചന്തമേഴും വെണ്ണില പരന്നു. ത്രൈലോക്യനാഥനം വാസുദേവൻ തൃക്കാലു രണ്ടും വീണച്ചു വച്ച് തൃക്കൈയിലോടക്കുഴലെടുത്തു തക്കത്തിൽ നല്ലൊരു പാട്ടുപാടി. തക്കത്തിൽ നല്ലൊരു പാട്ടുപാടി. ആ മനോഹരമായിട്ടുള്ള രാത്രിയിൽ ഇതാ ഭഗവാൻ ആ ഓടക്കുഴൽ വിളിക്കുകയാണ്. കളഗീതാമുദം കാതിലുറ്റും കൃഷ്ണൈക ചിത്തകൾ അന്യോന്യമറിയാതോടി വന്നാരവര് അവിടമേ വരും. കറന്നീടുവതും നിർത്തിയുടൻ കണ്ണെഴുതിയിടലും പാൽക്കാച്ചലും പണപ്പെട്ടി പൂട്ടലും മുടിചീകലും കണ്ണാടി നോക്കലും മച്ചിൽ മണിമത്ത വിരിക്കലും ഉണ്ണലും കുഞ്ഞിനം അമ്മിഞ്ഞയേകലും മറ്റുമാവിധം സർവവും കൈവടിഞ്ഞെത്തി വരതൻ വാഴ്മതാമിടം. പുണ്യം ഭഗവതാഹ്വാനം കേൾക്കിൽ വല്ലോരും ഈ വിധം വീട്ടിലും നാട്ടിലും തങ്ങി നിൽക്കുമോ നശ്വരങ്ങളിൽ. ഭർത്താവും അച്ഛനും മറ്റും തടഞ്ഞിടുകിലെങ്ങിനെ നിന്നീടും പ്രേമപാശത്താൽ വലയും ധന്യഗോപികൾ. അതാ ആ ഒരു അവസ്ഥ ഗോപിമ ആ ഓടക്കുഴൽ നാദം സദാ ഭഗവാന്റെ ആ ഓടക്കുഴൽ നാദത്തിന് വേണ്ടി ആ ഭഗവാന്റെ ആ വേണുഗീതം കേൾക്കാൻ വേണ്ടി കൊതിച്ചു കാത്തിരിക്കുകയാണ് ആ ഗോപികമാര്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഭഗവാൻ ആ ഓടക്കുഴൽ വിളിച്ച സമയത്ത് അവര് ഒന്നും പരസ്പരം ബാക്കിയൊക്കെ എങ്ങോട്ട് പോകുമ്പോഴും എല്ലാവരും വിളിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും, എല്ലാവരും വിളിക്കും. വിശാഖേ, ലളിതേ, ചെമ്പലതേ, വരൂ നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചിട്ടാണ് എല്ലാവരും ഒരുമിച്ചാണ് ഗോപികമാര് പോവുക. ഇതങ്ങനെയൊന്നും ഉണ്ടായില്ല. കേട്ടവര് ആ ഭഗവാന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. ഒരാൾ എന്താ ചെയ്തേ? പശുവിനെ കറന്നുകൊണ്ടിരിക്കണു എന്ന് പറയണു. ആ കറന്ന് നടന്ന് നിർത്തി. ഒരാളിതാ രാത്രി മേല് കഴുകലൊക്കെ കഴിഞ്ഞു വന്നതാ കണ്ണെഴുതി കുറി വരയ്ക്കണു കണ്ണാടിയിൽ നോക്കി. അപ്പോഴാണ് കേട്ടത്. കാരണം അവരെപ്പോഴും ഒരുങ്ങിയിരിക്കും. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ എപ്പോഴാണ് വിളിക്കുക എന്നറിയില്ല, കാത്തിരിക്കുകയല്ലേ. അപ്പം എപ്പോഴും ഒരുങ്ങണു. ഒരാളിതാ പാല് കാച്ചണു. കണ്ണൻ എപ്പോൾ പാല് കുടിക്കാൻ തിരക്കായിട്ട് ഇനിയിപ്പോൾ രാത്രി എങ്ങാനും വന്ന് പാല് തപ്പി കഴിഞ്ഞാൽ പാലില്ലാണ്ടിരിക്കരുത്. അപ്പോൾ തിളപ്പിച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് പാകത്തിനാക്കി അടച്ചു വയ്ക്കും. ഭഗവാൻ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ തിളപ്പിച്ച് വയ്ക്കും. ആ പാല് കാച്ചണു. അങ്ങനെ ഒരാളിതാ തലമുടി ചീവണു. ഒരാളിതാ
ഇങ്ങനെ മെത്ത വിരിച്ചു കൊടുക്കണു, അച്ഛനമ്മമാർക്ക് ഭക്ഷണം കൊടുക്കണു, കുഞ്ഞിനെ അമ്മിഞ്ഞി കൂട്ടണു. ഇങ്ങനെയുള്ളവരെല്ലാവരും അവരവർ ചെയ്യുന്ന കർമ്മങ്ങളെ വിട്ടിട്ട് ആ ഭഗവാന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നാൽ ആലോചിച്ച് നോക്കുക, ആ ഒരവസ്ഥ എങ്ങനെയാണ്. ഒരു വീട്ടിൽ അത് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അവിടെ ഇട്ടിട്ട് പെട്ടെന്ന് ഒരാൾ ഇറങ്ങി പോവുക എന്നുണ്ടെങ്കിൽ ആ വീട്ടിലുള്ളവരെങ്ങനെ പ്രതികരിക്കും? അല്ലേ? നമ്മളത് ആലോചിച്ച് നോക്കൂ. ആരായാലും പ്രതികരിക്കും. കുഞ്ഞിനെ അമ്മിഞ്ഞ കൊടുക്കണ അമ്മ കുഞ്ഞിനെ അവിടെ വലിച്ചിട്ടിട്ട് ഒരു പോക്ക് പോകുമ്പോൾ ആരെങ്കിലും അത് കണ്ടു നിൽക്കുമോ? ആലോചിച്ച് നോക്കൂ. രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി ഓടുകയാണ് സ്ത്രീകൾ. വീട്ടിലുള്ളവർ സമ്മതിക്കുമോ? രാത്രി പകലാണെങ്കിൽ പിന്നെയും ഇവരിതാ പോകണമെന്ന് പറഞ്ഞാൽ അവരാരും കണ്ടില്ല. എനിക്ക് രാത്രിയാകുമ്പോൾ എല്ലാവരും ഉണ്ട്. അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, ഭർത്താവ് ഉണ്ടാവും, സഹോദരന്മാരുണ്ടാവും, ആരെങ്കിലുമൊക്കെ ഗൃഹത്തിലുണ്ടാവും. അവരുടെയൊക്കെ കൺമുമ്പിലൂടെ ഇങ്ങനെ ഇറങ്ങി പോവുക നമ്മൾ എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇവിടെ അത് കാണുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ പറയണമെന്നേ ഉള്ളൂ. ഇതിന് നമുക്ക് മനസ്സിലാവാത്ത മറ്റൊരു ഭാഷയുണ്ട്. ഭഗവാന്റെ വേണുഗീതം എന്ന് വെച്ചാൽ എന്താ? ഭഗവാന്റെ ആ വിഭൂതികൾ, ഭഗവാനെ പറ്റി കേൾക്കുക. ഇപ്പം ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളിതാ ഈ മൊബൈലാണല്ലോ ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരു ആശ്രയം. അപ്പം അതുകൊണ്ട് തന്നെ പറയട്ടെ, ഇപ്പോൾ ഇവിടെ സത്രങ്ങളൊക്കെ നടക്കുന്നുണ്ട് ധാരാളം. നമുക്കൊന്നും പോകാൻ സാധിച്ചിട്ടില്ല സത്രത്തിലേക്ക്. അപ്പോൾ നമ്മളെന്ത് ചെയ്തു? അവിടെ പ്രഭാഷണമുണ്ട്, ഇന്ന് നല്ല പ്രഭാഷണങ്ങളുണ്ട് എന്നൊക്കെ കേട്ടു. എന്നാൽ അതൊക്കെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ലൈവായിട്ട് വരണമുണ്ട്. എന്നാൽ ശരി, സൗകര്യമുള്ള സമയത്ത് രാത്രി നേരത്തെ അതെടുത്ത് വെച്ച് കേൾക്കാനിരിക്കുകയാണ്. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ ആഹാരം പാകം ചെയ്യുമ്പോഴായിരിക്കും, ഒരു പക്ഷേ നമ്മൾ അകത്ത് മുറിയൊക്കെ കിടക്കൊക്കെ വിരിച്ച് ആ മുറി ഒരുക്കുമ്പോഴായിരിക്കും, ഒരു പക്ഷേ കുഞ്ഞിന് അമ്മിഞ്ഞപ്പാൽ കൊടുക്കുമ്പോഴായിരിക്കും, ഒരു പക്ഷേ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴായിരിക്കും. എപ്പോഴായാലും അതവിടെ ഓൺ ചെയ്ത് വെച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ ശരീരം കൊണ്ട് ചെയ്യുന്ന ഈ പ്രവർത്തികളൊക്കെ അവിടെ നടക്കുന്നുണ്ടാവും. നമ്മുടെ മനസ്സെവിടെയായിരിക്കും? ഗുരുവായൂരപ്പൻ്റെ അടുത്തായിരിക്കും. ആ കേൾക്കണ കഥയിൽ മുങ്ങിയിട്ട് നമ്മുടെ മനസ്സെവിടെ എത്തും? ഭഗവാന്റെ അടുത്ത്. എന്നാൽ ചെയ്യുന്ന പ്രവർത്തികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ആർക്കെങ്കിലും വിഷമമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ അത് കേട്ട്, അതാണ് ഈ വേണുഗീതം കേൾക്കുക എന്ന് പറയണത്. എന്നാൽ വേണുഗീതം എന്നാൽ വേണുഗീതം ഭഗവാൻ പാടി, വേണുഗീതം കുഴലോടി ഈ ഗോപികമാർ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഗോപന്മാരുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. പശുക്കൾ, ഭഗവാന്റെ ഓടക്കുഴൽ നാദം കേട്ട പശുക്കളാണ് ആദ്യം എത്തുക. പക്ഷെ അവരൊന്നും എത്തിയില്ല, ഗോപികമാർ മാത്രമേ പോയില്ല. അതെന്തേ? ഗോപ്യമായിട്ട് ആരാണോ ആ ഈശ്വരനെ അനുഭവിക്കണത് അവർക്ക് മാത്രമേ. ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ ഇത് വയ്ക്കുന്നുണ്ടാവും, ഈ പ്രഭാഷണം നമ്മളിതുപോലെ വയ്ക്കുന്നുണ്ട്. നമ്മുടെ അച്ഛൻ കേൾക്കുന്നുണ്ടാവും, അമ്മ കേൾക്കുന്നുണ്ടാവും, ഭർത്താവ് കേൾക്കുന്നുണ്ടാവും, കുട്ടികൾ കേൾക്കുന്നുണ്ടാവും. അവർ പറയാം, അതിൻ്റെ ഒച്ചയൊന്ന് കുറച്ച് വെക്കൂ, ഇത് എന്തിനാത് ഇങ്ങനെ കിടന്ന് അലറിക്കണേ എന്ന് ചോദിക്കുള്ളൂ നമ്മളോട്, അല്ലേ? അവരൊക്കെ അത് കേട്ടാലും ആ വേണുഗീതം ഉള്ളിലേക്ക് എത്തില്ല. അതുപോലെ ഈ ഭഗവാനോടുള്ള പരമപ്രേമം നിറഞ്ഞിരിക്കണവർക്ക് മാത്രമേ ആ ഭഗവാന്റെ ആ വേണുഗീതം അത് ഉള്ളിലേക്ക് എത്തണില്ല. മറ്റുള്ളവർക്കത് അനുഭവിക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ ആ ഭഗവാന്റെ ആ പ്രേമഗീതം കേൾക്കാൻ സാധിക്കുള്ളൂ. അത്രയും തീവ്രമായ പ്രേമം നമ്മുടെ ഉള്ളിലുണ്ടാവണം. അവർ സദാ ഗോപ്യമായിട്ട് ഭഗവാനെ പാനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഗോപിക എന്നുള്ള പേര് തന്നെ. അങ്ങനെയല്ല, ഓരോ ജീവനും ഗോപികമാരാണ്. അവരേതാ ഭഗവാൻ അവർക്ക് ആ പരിപക്വമാവുന്ന അവസ്ഥയിൽ അവരേതാ അങ്ങനെ വിളിക്കണു ഗോപികമാർ. അതാണ് അതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ശരിക്കും ആ ഒരു കാര്യങ്ങളൊന്നും പറഞ്ഞാൽ സാധാരണക്കാർക്കത് അറിയാത്ത കാരണം കൊണ്ട് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ഓരോരുത്തർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഇപ്പോൾ രാസലീല തന്നെ എങ്ങനെയാണ് മനുഷ്യന് മനസ്സിലാകുന്ന, നമുക്ക് കണ്ടും കേട്ടും പരിചയമുള്ള കാര്യങ്ങളിലൂടെയാണ് പറയണത്. അല്ലാണ്ട് പറയാൻ പറ്റില്ല നമുക്ക്. കാരണം മനസ്സിലാവാത്ത ഭാഷയിൽ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് കഥ പറയാൻ പറഞ്ഞു. ഞാനിവിടെ വന്നിട്ട് കഥ പറയണത് ഏതോ ഒരു ഭാഷയിൽ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ യാതൊരു ഇതുമില്ലാണ്ട് ഭാഷ വേണ്ട കേട്ടോ അതിന്, നിർവികാരമായിട്ട് ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ കഥ പറഞ്ഞു. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവുമോ? ഒന്നും മനസ്സിലാവില്ല. ആർക്കും ഒന്നും മനസ്സിലാവില്ല. കാരണം ഇതെന്താ പറയണത്? അപ്പം മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മളും കൂടി അത് ആസ്വദിച്ചു കൊണ്ട് പറയുമ്പോൾ ഇതേ കഥ തന്നെ നമ്മൾ പല ഭാഗവതാചാര്യന്മാരുടെ കഥകൾ കേൾക്കാൻ പോകും.
അതിൽ നമ്മൾ ചിലവരെയൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് വെക്കും. ഇന്ന ആളുടെ ഭാഗവത സപ്താഹം വന്നാൽ കേൾക്കാൻ വേണം. എന്തുകൊണ്ടാണ്? അത് നമുക്ക് കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്? ആ പറയുന്ന ആളും അത് ആസ്വദിച്ചിട്ട് അതിനെ അനുഭവിച്ചിട്ട് പറയണവരാണ്. അപ്പം അത് നമ്മുടെ ഉള്ളിലേക്കും ആ ആസ്വാദനവും അനുഭവവും എത്തിച്ചേരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് കേൾക്കാൻ പോണത്, അല്ലേ? അങ്ങനെയാണെങ്കിലാണ് നമുക്കത് കേൾക്കുമ്പോൾ നമുക്കത് കൂടുതൽ ഇമ്പുണ്ടാവുള്ളൂ. അല്ലാണ്ട് എന്തൊക്കെ ചിലപ്പോൾ നമുക്ക് ചില സ്ഥലത്ത് ചെന്നിരുന്നാൽ നമുക്ക് ഉറക്കം വരും. ഇനി സാരല്ല, ഇനിയിപ്പോൾ പറയണത് ഭഗവാന്റെ കഥ തന്നെയാണ്. പക്ഷേ നമ്മളൊക്കെ ആ തലത്തിലേ എത്തിയിട്ടുള്ളൂ കേട്ടോ. ഇതല്ലാണ്ട് ഭഗവാന്റെ ഏതെങ്കിലും ഏത് വിധത്തിലായിക്കോട്ടെ, ഭഗവാനെ പരിഹസിച്ചിട്ടായിക്കോട്ടെ, ഭഗവാനെ ദ്വേഷിച്ചിട്ടായിക്കോട്ടെ, ഏത് വിധത്തിലായിക്കോട്ടെ, തമാശ രൂപത്തിൽ എങ്ങനെ വേണമെങ്കിലും ഭഗവാന്റെ കഥ പറഞ്ഞാൽ ഭഗവാനെ പറ്റിയിട്ടാണ് പറയണതെന്ന് വെച്ചാൽ ആസ്വദിക്കുന്ന മഹാത്മാക്കൾ ധാരാളമുണ്ട്. കാരണം അവർക്കെല്ലാം ഭഗവാനാണെന്നോ തികഞ്ഞവരാണ്. നമ്മളൊന്നും അത്രത്തോളം എത്തിയിട്ടില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഈ വകഭേദം വരുന്നത്. അപ്പം എല്ലാവർക്കും ആസ്വദിക്കാവുന്ന രീതിയിൽ പറയുമ്പോൾ അതിനെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ സാധിക്കാത്തവരാണ് ഇതിനെയൊക്കെ ഇങ്ങനെ പരിഹസിക്കുന്നതും. ഇതൊക്കെ അങ്ങനെയാണ്, ഭഗവാൻ ഇങ്ങനെ ധാരാളം സ്ത്രീകളുടെ കൂടെ തോന്നിയാസം കാണിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയാൻ അങ്ങനെയുള്ളവരാണ് അതിനൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള അർത്ഥമാണ് നമ്മൾ ഈ ഭാഗങ്ങളെ കൊണ്ടൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതാ വീട്ടിലും നാട്ടിലും അതാണ് പറഞ്ഞത് ഭഗവാന്റെ ആഹ്വാനം വെച്ചാൽ നമ്മൾ പലരും ഇപ്പോൾ നമ്മളിൽ പലർക്കും ഇതൊക്കെ മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 10-50 വയസ്സായതിന് ശേഷമാണ് ഇപ്പോൾ ആ നാമജപവും കാര്യങ്ങളൊക്കെ കൂടുതൽ. അതിനോട് ഈ കോവിഡ് എന്ന് പറഞ്ഞൊരു അസുഖം തന്നെയാണ് നമ്മളെ കൂടുതൽ ഭഗവാനിലേക്ക് അടുപ്പിച്ചത്. കാരണം പലരും പറയണ കേട്ടിട്ടുണ്ട്, അമ്പലത്തിൽ പോകാറുണ്ട്, 2 നേരം പ്രാർത്ഥിക്കാറുണ്ട്, നാമം ജപിക്കാറുണ്ട്. പക്ഷെ അന്നൊന്നും കിട്ടാത്തൊരു സുഖവും സന്തോഷവും അനുഭൂതിയും ഇപ്പം ലഭിക്കുന്നുണ്ട്. കാരണം ഭഗവാനെ സ്നേഹിക്കുകയാണ് വേണ്ടത്, ഭഗവാനോട് പ്രേമത്തോടു കൂടിയിട്ടാണ് വേണ്ടത്. അതാണ് ഭക്തി. അല്ലാണ്ട് ഭഗവാനെ ഭയക്കുകയല്ല വേണ്ടത്. ഈശ്വരൻ കോപിക്കുന്ന ആളല്ല. ഈ സത്യങ്ങളൊക്കെ ബോധ്യമായിട്ട് അത് പറയാനായി അത് ആ രീതിയിൽ നാമം ജപിക്കാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ തുടങ്ങി, ഭാഗവതം കേൾക്കാനുള്ളൊരു ഇഷ്ടമൊക്കെ ഉണ്ടായി. അപ്പോൾ നമ്മൾ ആലോചിക്കും, അല്ലേ, നമ്മൾ ഇതിന് മുമ്പും ഒരു പക്ഷേ ഈ ഭാഗവത കഥകൾ കേട്ടിട്ടുണ്ടാവും. ആരെങ്കിലുമൊക്കെ വെച്ചിട്ട് എവിടെയെങ്കിലും ചിലപ്പോൾ ഈ അമ്പലത്തിലൊക്കെ തൊഴാൻ പോണ സമയത്ത് ഈ സപ്താഹം അവിടെ നടക്കുന്നുണ്ടാവും. അവിടെ ഇങ്ങനെ പ്രഭാഷണങ്ങൾ പറയുന്നുണ്ടാവും. നമ്മൾ അവിടെ പോയി തൊഴുത് അല്ലെങ്കിൽ അവിടെ പോയി ഊണ് കഴിച്ച് പോന്നിട്ടേ ഉണ്ടാവുള്ളൂ. ഇതൊന്നും ശ്രദ്ധിച്ചിട്ടേ ഉണ്ടാവില്ല. കാരണം എന്താ, അത് നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിച്ചില്ല. അതിനുള്ളൊരു ആ ഒരു ഇതെത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ആ ഗോപികമാരോട് അതാ പറയുന്നത്, സമയമാകുന്നത് വരെ കാത്തിരിക്കുന്ന സമയത്തൊക്കെ അവരെങ്ങനെയാണ് കാത്തിരുന്നത്? ഏത് നിമിഷം വേണമെങ്കിലും ഞാൻ വന്ന് വിളിക്കാട്ടോ, നിങ്ങൾ എന്നെ കാത്തിരിക്കുക. അപ്പം ശ്രദ്ധയോടുകൂടി കാത്തിരിക്കണം. നമ്മളോട് പറയണം, നമുക്ക് ഒരു പോസ്റ്റ്മാൻ നമ്മുടെ വീട്ടിലേക്ക് വരിക, അപ്പോൾ നമുക്ക് വിലപ്പെട്ട ഒരു കത്ത് കൊണ്ടുവരാണ്ട്, ഒരു ജോലിയുടെ കത്തായിക്കോട്ടെ, അതൊക്കെയാണല്ലോ പ്രധാനം. അപ്പോൾ എപ്പോഴാണ് വരിക പോസ്റ്റ്മാൻ എന്നറിയാം. പോസ്റ്റ്മാനല്ല, ഇപ്പോഴത്തെ ഒരു കൊറിയർ സർവീസൊക്കെ ഉണ്ടല്ലോ, അത് രാത്രിയും പകലൊക്കെ വരുമല്ലോ. അപ്പോൾ എപ്പോഴാണ് വരിക എന്നറിയില്ല. നിങ്ങളെപ്പോഴും വീട്ടിലുണ്ടാവണം വെച്ചാൽ നമ്മൾ അത്രയും ശ്രദ്ധയോട് കൂടിയിട്ട് അതിനെങ്ങനെ കാത്തിരിക്കും. ആരെങ്കിലും ബെല്ലടിക്കുന്നുണ്ടോ, വരുന്നുണ്ടോ, പോകണ്ടോ, ഏതു നേരം നമുക്കത് കിട്ടാനുള്ള ശ്രദ്ധയാണ്. അങ്ങനൊരു ശ്രദ്ധ ഭഗവാനോടുണ്ടോ നമുക്കത് ചോദിച്ചു നോക്കും. അത് ആ ഒരു നിസ്സാരമായ ആ കടലാസിനോടുള്ള ശ്രദ്ധ പോലും ഭഗവാനോടുണ്ടോ ആലോചിച്ച് നോക്കും. അപ്പം നമ്മൾ അങ്ങനെ ഒരു ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ടാണ് നമുക്കത് അനുഭവിക്കാൻ സാധിക്കാഞ്ഞത്. അങ്ങനെ ഒരു ശ്രദ്ധ കൊടുക്കാൻ ഇപ്പം എന്തേ കിടക്കാൻ കാരണം വെച്ചാൽ നമ്മുടെ നാമം ജപിച്ച് ആ മനസ്സിലൊരു പ്രേമഭാവം വന്നപ്പോൾ നമ്മൾ ആ സ്നേഹിക്കുന്ന ആളെ, ഇപ്പോൾ ഒരാൾ നമ്മൾ പോകുമ്പോൾ ഈ കുട്ടികൾ എന്നും പോകുന്നുണ്ടാവും, എന്നും കാണുന്നുണ്ടാവും, സംസാരിക്കുന്നുണ്ടാവും, പക്ഷെ ഒന്നും തോന്നിയിട്ടുണ്ടാവില്ല, കണ്ടിട്ടൊന്നും തോന്നിയില്ല. ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ ഉള്ളിൽ ഒരു പ്രേമഭാവം അവരോട് തോന്നിയാൽ അപ്പോഴാണ് നമ്മൾ അവരെ ഇന്ന ആൾ ഇതാ, അല്ലെങ്കിൽ ഇപ്പോൾ പറയണു ഇങ്ങനെ അതാ പെൺകുട്ടികളാണെന്ന് വെച്ചാൽ പറയണു ഇതാ ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട് കേട്ടോ, നിന്നെ കണ്ടിട്ടുണ്ട് അത്ര, അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ കയറണ ബസ്സിലാണ് ആളുകൾ ഉണ്ടാവാറുള്ളതെന്ന് പറഞ്ഞു. അതുവരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒപ്പം ഇറങ്ങിയിട്ടുണ്ടാവും, ചിലപ്പോൾ കണ്ടുണ്ടാവും, മുഖത്ത് നോക്കി ചിരിച്ചുണ്ടാവും, എന്തെങ്കിലും 1-2 വാക്കൊക്കെ പറഞ്ഞിട്ടും ഉണ്ടാവും, പക്ഷെ ആളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതിന് ശേഷം
ഇന്ന ആളാണ് ഇങ്ങനെയാണ് എന്ന് അറിയുമ്പോൾ ആ ആളെ പറ്റിയിട്ട് അറിഞ്ഞിട്ട് ശ്രദ്ധിക്കുമ്പോഴാണ് അത് നമുക്ക് കൂടുതൽ കൂടുതൽ അടുപ്പം തോന്നണത് അല്ലേ? അങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ. അപ്പം അതുപോലെ ഈ നാമജപത്തിലൂടെ നമുക്ക് ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയായിരുന്നു കോവിഡ്. അത് ഭഗവാൻ തന്നെയാണ് നമ്മളെ ഓരോരുത്തരെയും അവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. അല്ലാണ്ട് നമ്മൾ നേരെയാവില്ല എന്ന് ഗുരുവായൂരപ്പനെ അറിയാമോ? നിങ്ങളെ നേരെയാക്കാണ്ട് പറ്റില്ല എന്നും ഗുരുവായൂരപ്പനോ അതുണ്ട്. കാരണം ഗുരുവായൂരപ്പന് സങ്കടമാണ് ഇവരൊക്കെ എന്താ ഇങ്ങനെയാവാത്തതെന്നുള്ളത്. ഗുരുവായൂരപ്പൻ നമ്മളുടെ കൂടെ കളിക്കാൻ, ചിരിക്കാൻ, രാസമാടാനൊക്കെ കാത്തിരിക്കണു. നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടണതൊക്കെ ആ സ്നേഹത്തോടു കൂടി സ്വീകരിക്കാൻ, നമ്മളെ സന്തോഷിപ്പിക്കാൻ, നമ്മളുടെ ആ ഭഗവാന്റെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു അനുഗ്രഹങ്ങൾ പോലും നമ്മൾ വലിയ വലിയ സന്തോഷത്തോടു കൂടിയിട്ട് അതിനെ ഇങ്ങനെ കൊണ്ടാടുന്നത് കാണുമ്പോൾ ഭഗവാൻ എത്രയാണ് കൊണ്ടാടണേ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഗുരുവായൂർക്ക് പോയ കഥ പറഞ്ഞപ്പോൾ ആ ഗുരുവായൂരപ്പൻ ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കണ പോലെ തോന്നിയെന്ന് പറഞ്ഞപ്പോൾ എത്ര പേരാ എന്നോട് പറഞ്ഞ്, അമ്മ ഞങ്ങൾക്കും തോന്നിയിട്ടുണ്ട്. എനിക്ക് എത്രയാ വോയിസ് മെസ്സേജുകൾ വന്ന് അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടെന്നറിയോ. എല്ലാവർക്കും ഇങ്ങനെ ഭഗവാൻ മുന്നിൽ വന്ന് നിൽക്കണ പോലെ തോന്നിയ പല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പല വിധത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച സമയത്ത് ഭഗവാൻ അവരുടെ അടുത്തേക്ക് വന്ന പോലെ ഭഗവാൻ ഒരാളെ പറഞ്ഞേച്ചു അവരുടെ അടുത്തേക്ക് വന്ന് ശരിക്കും അത് ഭഗവാനാണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റി ഞങ്ങളുടെ അനുഭവത്തിലൂടെ എന്ന് പറഞ്ഞാൽ എത്ര അനുഭവങ്ങളാണ് ഓരോരുത്തരും പങ്കുവച്ചത്. നമ്മളിങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ നമ്മളുടെ അനുഭവങ്ങളെ ശ്രദ്ധിച്ചാൽ മതി. നമ്മളുടെ കൂടെ സദാ ഭഗവാനുണ്ടെന്ന് അപ്പോഴേ നമുക്ക് മനസ്സിലാവും. ഈ ശ്രദ്ധയില്ലാത്തതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവാത്തത്. ആ ഭഗവാന്റെ വിളി, ഭഗവാൻ ഇപ്പോഴല്ല എപ്പോഴും വിളിക്കുന്നുണ്ട്. പണ്ടൊക്കെ ഇപ്പം ഇവിടെ ഈ തൃശ്ശൂർ അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ തന്നെ ആയിക്കോട്ടെ, അധികം ദൂരേക്ക് പോകണ്ട നിൽക്കുക. അങ്ങനെയുള്ളവർക്ക് ഗുരുവായൂരപ്പനെ പറ്റി കേട്ടിട്ടുണ്ടോ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്നാലും എപ്പോഴും ഗുരുവായൂർക്ക് പോകണം എന്നൊരു ചിന്ത അങ്ങനെ മനസ്സിലില്ലാണ്ടിരുന്ന പലരും, ഒരു തവണ പോലും പോകാൻ പറ്റിയിട്ടില്ല എന്ന് വിചാരിക്കണ പലരും, ആ ഭഗവാന്റെ ആ കാരുണ്യം അങ്ങോട്ട് നമ്മളിലേക്ക് വല്ലാണ്ട് ആ കൊതി തീവ്രമായ ആഗ്രഹം കൊണ്ട് നമ്മുടെ ഉള്ളിൽ ആ പ്രേമം ശരിയായിട്ട് നിറയുമ്പോൾ ഭഗവാന്റെ എല്ലാം സാധിക്കുന്നു. ഇപ്പോൾ മാസാമാസം ഗുരുവായൂർക്ക് പോയിട്ട് വരികയാണ്. എന്നോട് കഴിഞ്ഞ ദിവസം ഒരമ്മ ഞാൻ ഇവിടെ പോയപ്പോൾ കണ്ടു, നമ്മുടെ മൂകാംബിക അമ്മയുടെ അടുത്ത് പോയപ്പോൾ ആ അമ്മ എല്ലാ മാസവും മൂകാംബികയ്ക്കും കോട്ടയത്തു നിന്നോ കൊല്ലത്തു നിന്നോ ഒക്കെയാണ് ആ അമ്മ വരുന്നത്. എല്ലാ മാസവും മൂകാംബികയ്ക്കും വരും, എല്ലാ മാസവും ഗുരുവായൂർക്കും വരും. പണ്ടൊന്നും ഇങ്ങനെ വന്നിരുന്നില്ല. ഇപ്പോൾ എല്ലാ മാസവും മുടങ്ങാണ്ട് വരാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു നിശ്ചയിച്ചപ്പോൾ എല്ലാ മാസവും വരാൻ പറ്റുന്നുണ്ട്. എന്തൊരു സന്തോഷം എന്ന് പറഞ്ഞ് അവരവരുടെ അനുഭവം പറഞ്ഞു. ഇങ്ങനെ എത്രയോ പേരുണ്ട് അങ്ങനെ അനുഭവം ഉള്ളവർ അല്ലേ? നമ്മളിൽ പലരും അതെ. നമ്മുടെ മഞ്ജു മുരുകൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ. പണ്ടൊക്കെ ആ മഞ്ജു മുരുകൻ ആ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് വരാനായിട്ട് ഉള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ അത്ര തീവ്രമായിട്ടൊരാഗ്രഹമായിരുന്നു. ആ ഗുരുവായൂരപ്പൻ്റെ നടയിലേക്ക് വരാൻ ഒരിക്കലും ജീവിതത്തിൽ നടക്കില്ല എന്ന് വിചാരിച്ചാൽ ആ മഞ്ജു മുരുകൻ ഇന്ന് എവിടെയെല്ലാം എത്തുന്നു, ഏതെല്ലാം വഴി കൂടെ, ഏതെല്ലാം ഭാവത്തിലൂടെ, ഏതെല്ലാം ആൾക്കാരിലൂടെ ഭഗവാൻ അത് ഓരോരോ ദിക്കിലേക്ക് കൊണ്ടെത്തിക്കുന്നു. കാരണം എന്താ? തൻ്റെ ആ ഭഗവാൻ കൊടുത്തൊരു കഴിവെന്താ? ആ വരയാണ്. ആ ലാഭേച്ഛ ഇല്ലാണ്ട് ആ വരകളിലൂടെ എത്രയോ മനസ്സുകളെ സന്തോഷിപ്പിച്ച്, എത്രയോ പേരുടെ ഉള്ളിൽ ആ ഭഗവാൻ ഇരിക്കുന്ന ഭഗവാൻ പ്രേമത്തെ ഉണർത്തിയതാണ്. ആ ചിത്രം കണ്ട് ഭഗവാനോട് പ്രേമം തോന്നാത്തവരുണ്ടാവില്ല. അങ്ങനെ മനോഹരമായി വരച്ച് അതിൽ ഒരു ലാഭേച്ഛയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒന്നും വേണ്ട, ഭഗവാന്റെ ചിത്രം മരിക്കണ വരെ വരയ്ക്കാൻ കഴിഞ്ഞാൽ മതി എന്നുള്ള ഭാവത്തിലാണ് അവരുടെ. കാരണം ഒരു ഗൃഹസ്ഥയാവുമ്പോൾ ആ ഗൃഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതും കൂടി അവനവൻ്റെ കടമയും ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് പലരും നിർബന്ധിച്ചിട്ടാണ് ഒരു ചെറിയ അവനവന് വേണ്ടി ഒരു ചെറിയ എന്തെങ്കിലും ദക്ഷിണ പോലെ വാങ്ങിയിട്ട് വേണം ഇതൊക്കെ സമർപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ടാണ് ഇപ്പോൾ ആ കുട്ടി അതിന് മുതിർന്നത്. അതാണ്. അപ്പോൾ നോക്കുക, അങ്ങനെ എത്രയോ പേരുടെ ഉള്ളിലിരുന്നിട്ട് എത്രയോ പേരുടെ പ്രാർത്ഥന. അങ്ങനെ ഒരു തവണ ആ ഗുരുവായൂർ പോകാൻ ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ പ്രേമപുഷ്പാഞ്ജലിയിലെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഗുരുവായൂർക്ക് പോകണം എന്നുള്ള ആഗ്രഹം. എത്ര പേരാണ് ആ കുട്ടിക്ക് വേണ്ടിയിട്ട്, മഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിച്ചത്? എത്ര പേരാണ് വഴിപാട് കഴിച്ചത്? നമ്മുടെ കുമാരേട്ടനടക്കം എല്ലാവരും ഒരുപാട് പ്രാർത്ഥിച്ചു.
അങ്ങനെ പ്രാർത്ഥിച്ച് അപ്പം ഇതിനൊക്കെ ആ ഭഗവാൻ ആ ഉചിതമായ സമയം വരെ കാത്തിരിക്കണം. അതാണ് ഇവരോട് പറഞ്ഞ സമയമാവണം വരെ നിങ്ങൾ കാത്തിരിക്കൂ, ഞാൻ വരാം എന്ന് പറഞ്ഞതാ ഇവരെ ക്ഷണിക്കണു. അങ്ങനെ ആ ഭഗവാൻ നിശ്ചയിച്ച സമയമാകുമ്പോൾ ഇതൊക്കെ അപ്പം നമ്മൾ ചിലപ്പോൾ അമ്പലത്തിലേക്ക് ഒന്ന് പോകുമ്പോൾ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അതേ കേട്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ ഗോവിന്ദ എന്നുള്ളൊരു വിളി നെഞ്ഞിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ഉടക്കും. നമുക്കത് കൊളുത്തി വലിക്കണ പോലെയാണ്. പിന്നെ നമ്മൾ നേരെ നടക്കാൻ പറ്റില്ല, അവിടെ ചെന്ന് ഇരിക്കാൻ തോന്നും. അപ്പോൾ അത് അവിടെ ചെന്നിരുന്ന് ഇത്തിരി നേരം കേൾക്കാൻ തോന്നും. അപ്പോഴാവും നല്ലൊരു ഭജന പാടുക. കരിമൂകിൽ വർണ്ണൻ്റെ തിരുവൂടാലെന്നൂടെ അരികിൽ വന്നെപ്പോഴും കാണാകേണം. അത് മനോഹരമായിട്ടുള്ള അത് പാടുമ്പോൾ അതിൽ ലയിച്ചു ആ ഭഗവാൻ അടുത്ത് വരുന്നത് ഇരിക്കുന്നതൊക്കെ നമുക്ക് തോന്നി. ആ സന്ദർഭം വരുമ്പോൾ നമ്മളെ അവിടെ കൊണ്ടുവന്നിരുത്തും. ഭാഗവതം എന്താണെന്ന് ഞാൻ അറിഞ്ഞത് 45 വയസ്സ് 48 വയസ്സൊക്കെ ആയ ശേഷമാണ്. ഭാഗവതത്തിലാണ് ഭഗവാന്റെ കഥകളറിയാം. അച്ഛൻ ഒരുപാട് കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഭാഗവതത്തിൽ എല്ലാ കഥകളും പറഞ്ഞു തന്നിട്ടുണ്ട്. അച്ഛൻ ഭാഗവതം വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു നീളമുള്ള വലിയ പുസ്തകമാണ് ആ കിളിപ്പാട്ട് ഭാഗവതം. അതിൻ്റെ ഒരു ഭാഗത്ത് പഴയ പുസ്തകം അങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ 2 നടുവിലൊരു വരയുണ്ടാവും, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ അച്ഛൻ വായിക്കണതും ആ വായിക്കണത് കേൾക്കാനും എനിക്കൊരുപാട് ഇഷ്ടമാണ്. പക്ഷെ അത് ഭാഗവതമാണെന്നൊന്നും എനിക്ക് നിശ്ചയം ഉണ്ടായില്ല. അച്ഛനത് പറഞ്ഞു തന്നിട്ടില്ല, നിർബന്ധമായിട്ട് വായിക്കുമെന്നൊന്നും പറഞ്ഞു തന്നിട്ടില്ല. അച്ഛൻ ലളിതാ സഹസ്രനാമം ചൊല്ലും വിഷ്ണു സഹസ്രനാമം ചൊല്ലും ഒരിക്കലും നിർബന്ധിച്ചിട്ടില്ല. ഇതൊക്കെ ചൊല്ലൂട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു സമയമായപ്പോൾ നമുക്ക് അതിനോടൊരു ഇഷ്ടം തോന്നി, അത് ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴാണ് ഭഗവാന്റേതാ ഈ അത്യത്ഭുതമായിട്ടുള്ള ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള ഈ മഹാമന്ത്രം ഭഗവാനുള്ളിലേക്ക് ഇട്ട് തന്നത്. പിന്നെ അത് മാത്രമായി തീർന്നു. ബാക്കിയൊക്കെ വിട്ട് അത് മാത്രമായിട്ട് തീർന്നു. ഇതൊക്കെ ഭഗവാന്റെ കാരുണ്യാണ്. അത്ര വരെ അതിനോട് നമുക്ക് ആ ഒരു ഇതല്ലാണ്ടിരുന്ന് നമ്മുടെ കർമ്മപ്രാരാബ്ധങ്ങൾ ഓരോന്ന് ഒടുങ്ങുമ്പോൾ കൂടുതൽ ഭഗവാനോട് അടുക്കും. അതുവരെ സന്ധ്യനേരത്ത് നാമം ജപിക്കും, പല കീർത്തനങ്ങൾ ജപിക്കും, സന്ധ്യനാമങ്ങൾ മുടങ്ങില്ല കേട്ടോ. അത് ചെയ്യാറുണ്ടായിരുന്നു വീട്ടിൽ വെച്ച്. അത് ഇഷ്ടമാണ്, നാമം ജപിക്കാനൊരു ഇഷ്ടമായതുകൊണ്ട് നാമം ജപിക്കണു. അച്ഛനെന്നും സന്ധ്യയ്ക്ക് നാമം ജപിക്കുക, ഇഷ്ടം കൊണ്ട് ജപിക്കണു എന്നല്ലാണ്ട് ഒന്നിനും വേണ്ടിയിട്ടൊന്നുമല്ല. നാമം ജപിക്കുക, കീർത്തനങ്ങളൊക്കെ ഇങ്ങനെ നിന്ന് പാടുമ്പോൾ ഒരു ഹരം അതിന് ജപിക്കണമെന്നേ ഉണ്ടായുള്ളൂ. അല്ലാണ്ട് ഒന്നും അറിഞ്ഞിട്ടില്ല. കൃഷ്ണനെ ഒരുപാട് ഇഷ്ടമാണ് അതിനും. പിന്നെ ആ ചെറുപ്പത്തിലെ തൊട്ട് ആ കൃഷ്ണനോട് വർത്തമാനം പറയല്ലേ, അങ്ങനെയൊക്കെയുള്ളത് ധാരാളം ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ കുറേശ്ശെ ഊട്ടിയിട്ട് ഇന്നിങ്ങനെ ഭഗവാന്റെ കഥകൾ പറയാനുള്ള ഒരു സാഹചര്യം ഭഗവാൻ ഒരുക്കി തന്നത്. ഭാഗവതത്തെ അറിയാൻ, ആ ഭാഗവതമൊക്കെ എപ്പോഴും ആലോചിക്കും, ഈശ്വര എത്രയോ നമ്മൾ ആലോചിച്ച് കുറച്ച് കാലം മുമ്പ് ഇത് അറിഞ്ഞെങ്കിൽ ഒരു പ്രയോജനമില്ല. നമുക്കപ്പോൾ ഇത്രയും കൂടി ഒന്ന് ഉള്ളിലേക്ക് എത്തിയെന്ന് വരില്ല. കാരണം കർമ്മപ്രാരാബ്ധം തീർന്നിട്ടില്ലല്ലോ. അപ്പോൾ ഭഗവാൻ ഉചിതമായ സമയത്താണ് വേണ്ടതുപോലെ അനുഗ്രഹിച്ച് നമ്മളെ ഏൽപ്പിച്ചു. അപ്പോൾ അതുപോലെ ഭഗവാൻ നിശ്ചയിക്കുന്ന ആ സമയത്ത് വേണുഗാനം കേൾക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആ പ്രേമത്തോടു കൂടി ഗോപികമാർ കാത്തിരുന്ന പോലെ സദാ എന്ത് ചെയ്യുമ്പോഴും ശ്രീകൃഷ്ണ ഗോവിന്ദ എന്താണ് ശ്രീകൃഷ്ണ ദാമോദര മാധവേദി അല്ലേ. മുറ്റടിക്കുമ്പോഴും പാത്രം കഴുകുമ്പോഴും പശുവിനെ കുളിപ്പിക്കുമ്പോഴും എപ്പോഴും അതന്നെ. ആ സമയത്ത് മുഴുവനും ഭഗവാന്റെ നാമം മാത്രം, ഭഗവാന്റെ ലീലകളിൽ മാത്രം മനസ്സ് ചേർത്ത് വെച്ചപ്പോൾ അവർക്കത് ആ സമയം ആഗതായി. എപ്പോഴും കൂടെ നടന്നിട്ട് പോലും, ഭഗവാന്റെ കൂടെ നടന്നിട്ട് പോലും അവരുടെ കർമ്മ പ്രാരാബ്ധങ്ങളൊക്കെ അങ്ങോട്ട് നീങ്ങിയിട്ട് അവർക്കതിന് സമയമായപ്പോഴാണ് ഭഗവാന്റെ ആ വേണുഗീതം അവരുടെ ഉള്ളിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെന്നത്. അതുവരെ ഭഗവാൻ വേണു ഊതുമ്പോൾ ഭഗവാനോട് പറയണം ഒന്ന് വേണു ഊതും, അപ്പം ഭഗവാൻ വേണു ഊതും. അപ്പോൾ ഒന്ന് നൃത്തം വയ്ക്കുക, അത് കൗതുകത്തിന്, അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്.
ആത്മാവിലേക്ക് ഇറങ്ങി ചെന്നിട്ടല്ല വെണ്ണ തരാം, അല്ലേ, വെണ്ണ തരാം, നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ കണ്ണ, വെണ്ണ തരാം ഗോപാല. അപ്പം അങ്ങനെ വെണ്ണ തരാൻ കണ്ണ ഒന്ന് നിർത്താടും. അപ്പം അത് കണ്ട് ആസ്വദിക്കുക. കണ്ണിനൊരാനന്ദത്തിന് വേണ്ടിയിട്ട്, കാതിനൊരാനന്ദത്തിന് വേണ്ടിയിട്ട്, ആത്മാനന്ദത്തിന് വേണ്ടിയിട്ടത് ഉതക. അപ്പം ഭഗവാന് ആ ആനന്ദത്തിനെ കൂട്ടിക്കൊണ്ടെന്ന് ഭഗവാൻ അത് ആത്മാനന്ദത്തിനായിട്ട് ഉതകാൻ വേണ്ടിയിട്ട് അവരിതാ കാത്തിരുന്നു. അതിന് വേണ്ടിയിട്ട് അപ്പോഴാണ് അവർക്ക് തോന്നിയത് ഭഗവാന്റെ കൂടെ നടന്ന് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് ഭഗവാനെ പറ്റി ചിന്തിച്ച് ഭഗവാനെ കണ്ട് ആ ഭഗവാന് വേണ്ടി ജീവിച്ചപ്പോൾ അവർക്ക് ആ ഭഗവാൻ തങ്ങളുടെ സ്വന്തമായിട്ട് തീരണം എന്ന് തോന്നി. അപ്പോഴാണ് അവർ കാർത്യായനി ദേവിയെ അന്വേഷിച്ച് പോയത്. അല്ല, കാർത്യായനി വ്രതം ചെയ്യാൻ പോയത്. അവിടെ വെച്ചിട്ട് ഭഗവാൻ വാക്ക് കൊടുക്കണു. ഭഗവാന്റെ വേണുഗീതം കേട്ടിട്ട് ഇതൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നാൽ ഒരു കാര്യം തന്നെ എത്ര നേരം വേണമെങ്കിലും, ഇപ്പോൾ 1 മണിക്കൂർ ആവാറായി ഇതിങ്ങനെ പറഞ്ഞിട്ട്. ആകെ 2-3 ശ്ലോകമേ നമ്മൾ വായിച്ചു, കുറച്ച് ശ്ലോകങ്ങളല്ലേ വായിച്ചുള്ളൂ. അതാണ് നമ്മൾ അലിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ അറിയില്ല, ഒന്നും അറിയില്ല, കാലവും ദേശവും സമയവും ഒന്നും അറിയില്ല. അങ്ങനെ മനസ്സിനെ ഒന്നുമല്ല കേട്ടോ, ഇതൊക്കെ ഒരു ചെറിയൊരു ഭക്തിയുടെ തലം എന്നൊന്നും ഇതിനെ പറയാൻ പറ്റില്ല. ഇത് എന്തോ ഒരു തലം അത്രേ പറയാൻ പറ്റുള്ളൂ. ഭക്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നുമല്ല. കൃഷ്ണ എന്ന് ചിന്തിക്കണം മാത്രമല്ല, ഒരു ധ്യാനാവസ്ഥയിൽ എത്തണ ഗോപികമാരുടെ ഭാവം. കൃഷ്ണനെ മറക്കാൻ വേണ്ടി തപസ് ചെയ്യണവർ. കാരണം അവരുടെ കർമ്മങ്ങളൊന്നും നേരാവിധത്തിൽ നടക്കണില്ല അത്ര. അങ്ങനെയുള്ളവരാണ് ആ ഗോപികമാർ. അത്ര ഭാഗ്യം ചെയ്തവർ. അവരുടെ മുമ്പിൽ നമ്മളൊക്കെ ആരാണ്? അവരെ ആ ഗോപിക കൃഷ്ണൻ എന്നൊക്കെ പറയാൻ തന്നെ ഭാഗ്യം തന്നത് ഭഗവാന്റെ കാരുണ്യം. ബ്രഹ്മഭാവന വിട്ടുള്ളിൽ കേവലം പ്രിയകാന്തനായി ഗുണസ്വരൂപനായി മാത്രം ഓർക്കിലങ്ങിന മുക്തിയാം വിഷ്ണുരാധന്റെ ഈ ചോദ്യം കേട്ടുടൻ ബാദരായണി ചൊല്ലിനാനേവരും നന്നായി കേൾക്കേ ഉച്ചത്തിൽ ഈ വിധം സംശയിക്കായിക നീ സച്ചിദാനന്ദത്തിൻ്റെ കട്ടയാം കൃഷ്ണനെന്നു പലപ്പോഴും മുമ്പിൽ ഞാൻ ഓതിയില്ലയോ ദേഷിച്ച ശിശുപാലനും മുക്തിയാമെങ്കിലെത്രയും പ്രേമിക്കും ഭാഗ്യവതികൾക്കിനിയും സംശയിക്കയോ. അപ്പോൾ പരമപ്രേമം കൊണ്ട് എന്നുവെച്ചാൽ ആ ഒരു സ്ത്രീ പുരുഷൻ്റെ ഭാവത്തിൽ ആണ് ഇപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുക എന്നുള്ളത്. ശരിക്കും ആ പരീക്ഷിത് മഹാരാജാവിനെ അറിയാം നമ്മളെങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം നമ്മളിൽ ഒരാളായിട്ട് നിന്ന് ചോദിക്കുകയാണ്, ഇങ്ങനെയൊക്കെ അങ്ങനെ ഒരു ആ ബ്രഹ്മല്ലേ, സാക്ഷാൽ പരബ്രഹ്മല്ലേ, അതല്ലാണ്ട് തൻ്റെ ഭർത്താവായിട്ട് തൻ്റെ പ്രിയപ്പെട്ടവനായിട്ടൊക്കെ കരുതിയാൽ എങ്ങനെയാണ് അവർക്ക് മുക്തി ഉണ്ടാവുക എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞു, ചിന്തിക്കണവരെങ്ങനെയോ ചിന്തിച്ചോട്ടെ, ഭഗവാൻ ആരാ? സച്ചിദാനന്ദ കട്ടയാണ്. അതിനെന്തെങ്കിലും വ്യത്യാസം വരുമോ? വ്യത്യാസം വരില്ല. അതിനോട് എന്ത് സ്പർശിച്ചാലും അതായിട്ട് തീരും. അങ്ങനെയാണ്. എന്ത് തന്നെ തൊട്ടാലും അതായിട്ട് തീരും. ഏത് ഭാവത്തിൽ തൊട്ടാലും അതായിട്ട് തീരും, അല്ലേ? തീയിൽ ചെന്നിട്ട് ചാടിയാൽ ഏത് തരത്തിലുള്ള വിറകും തീയിലിട്ടാൽ അത് കത്തി തീയായിട്ട് മാറണ പോലെ എല്ലാം അതായിട്ട് തീരും. അപ്പോൾ പറഞ്ഞു, അതിൽ സംശയിക്കേണ്ട. ആ കൃഷ്ണനെ ആരാണ്? ആ സച്ചിദാനന്ദ കട്ടയാണ് കൃഷ്ണൻ. അത് ആ ദേഷിച്ച ശിശുപാലൻ്റെ കഥ പറഞ്ഞു തന്നിട്ടില്ല. ശിശുപാലന് മുക്തി നൽകിച്ചാൽ ഈ പ്രേമിക്കുന്ന ഈ ഭാഗ്യവതികളായ ഗോപികമാർക്ക് എങ്ങനെ മുക്തി നൽകാണ്ടിരിക്കും? അതിനുള്ള വഴിയൊക്കെ ഭഗവാൻ അറിയാം എന്ന് പറയണു. എമ്മട്ടിലെങ്കിലും മർത്യൻ ബന്ധമെന്നിൽ പുലർത്തുകിൽ അവനെ കാത്തു രക്ഷിക്കും എന്നോർത്തു കരുണാനിധി. എമ്മട്ടിലെങ്കിലും മർത്യൻ ബന്ധമെന്നിൽ പുലർത്തുകിൽ അവനെ കാത്തുരക്ഷിക്കുമെന്നോർത്തു കരുണാനിധി. നിർഗുണത്വാദി വിട്ടി മട്ടം പാർന്നവതരിക്കവേ പിന്നെയും സംശയിച്ചിടുവൻ അവൻ എത്ര കൃതജ്ഞനാം. അപ്പൊ പറയണു, ഏതെങ്കിലും മട്ടില് ഏന കേനാപ്യുപായേന മനകൃഷ്ണേ നിവേശയിൽ ഏതെങ്കിലും തരത്തില് ആ ഭഗവാനോടൊരു ബന്ധം ഉണ്ടെങ്കിൽ അവനെ ഞാൻ കാത്തു രക്ഷിക്കും, അവൻ എൻ്റേതാണെന്ന് ഭഗവാൻ പലതവണ പറയണു. അപ്പം അങ്ങനെ
ആ ഗുണാതീതനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാന്റെ ആ കാരുണ്യത്തിനെ, ഭഗവാന്റെ ആ ഭക്തവാത്സല്യത്തിനെ സംശയിക്കണവര് കൃതജ്ഞന്മാരാണ് എന്ന് പറയുന്നു. ജീവന്മാരീശ്വരാംശങ്ങൾ തന്നെയാണോർക്കില്ലെങ്കിലും അലഞ്ഞു പല മാതിരി വിക്ഷേപം കൊണ്ട് വിജ്ഞാനം മുടി നിൽക്കുക കാരണം സച്ചിദാനന്ദ സൗഭാഗ്യം പ്രകാശിക്കൈക മാത്രമാം. ഓരോ ജീവനും ആ ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ അംശമാണ് ഓരോ ജീവനും. ആ ജീവനിലെ സത്വരജസ്തമോ ഗുണങ്ങളും ആ ഇന്ദ്രിയങ്ങൾക്ക് അധീനരായിട്ടുള്ള ആ ഇന്ദ്രിയങ്ങളുടെ അടിമയായിട്ടിരിക്കുന്നത് കൊണ്ടും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ആ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ ഭാവം മനസ്സിലാവണില്ല, പ്രകാശിക്കണില്ല. അതുകൊണ്ടാണ് നമുക്ക് ഏതെങ്കിലും ഒരു ഭാവത്തിൽ, ഏതെങ്കിലും ഒരു തരത്തിൽ ആ ഈശ്വരനോടൊരു ഇഷ്ടം തോന്നി, ഈശ്വരൻ്റെ നാമം ജപിക്കാൻ തോന്നി, ഒരു പ്രേമഭാവം ഭഗവാനോട് തോന്നിയെന്നിരിക്കട്ടെ. അതിനുശേഷം ചിലപ്പോൾ മഹാത്മാക്കളായിട്ടുള്ള പലരെയും നമ്മളുടെ കൂട്ടത്തിലുണ്ടാവും. നമുക്ക് അവരെയൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. നമ്മളിലൊരാൾ വെച്ചിട്ട് ചിലപ്പോൾ തമാശയും കളിയൊക്കെ പറഞ്ഞ് അവരുടെ കൂടെ കൂടിയെന്നിരിക്കും. അതേസമയം ആ ഭഗവാനെ പറ്റി മനസ്സിലാക്കിയിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ആത്മചൈതന്യം നമുക്ക് തീർച്ചയായിട്ടും അനുഭവിക്കാൻ പറ്റും. അതാരും പറഞ്ഞു തരണ്ട, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ അനുഭവം ഉണ്ടാവും. അവരുടെ അടുത്തിരിക്കുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ, അവരോട് പെരുമാറുമ്പോഴൊക്കെ ആ ഒരു ആത്മീയ ഭാവം നമുക്ക് അനുഭവപ്പെടും. അതെന്തുകൊണ്ടാണ്? അവരുടെ ഉള്ളിലുള്ള ആ മനോമാലിന്യങ്ങളും എല്ലാം നീങ്ങിയിട്ട് അവരുടെ ഉള്ളിതാ പരിശുദ്ധമായ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അല്പം നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്ന അത് തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഉണ്ടാവുകയാണ്. അതാണ് നമുക്കത് മനസ്സിലാവണത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇത് മനസ്സിലാവാത്തതുകൊണ്ട്, അറിവില്ലായ്മ കൊണ്ട്, നമ്മുടെ അജ്ഞാനം കൊണ്ട് ഇതൊക്കെ ഈ ഭഗവാന്റെ അംശമാണ് ഓരോരുത്തരും എന്നുള്ളത് അവനവൻ പോലും തിരിച്ചറിയാണ്ട് പോണു എന്ന് പറയാ. മർത്യമേ വേഷത്തിൽ വന്നാലും മാഞ്ഞിടാ വസ്തുവൈഭവം ഈശ്വരനെന്നവിടെ നിന്നും സർവതന്ത്ര സ്വതന്ത്രനാം. ഏതേത് ഭാവം ധരിച്ചാലും മനുഷ്യബാലനായിട്ട് വന്നാലും ആ സച്ചിദാനന്ദ ബ്രഹ്മം, ആ സച്ചിദാനന്ദ കട്ട അതങ്ങനെ തന്നെയാണ്. അതിന് ഒരു മാറ്റവും ഇല്ല. അതിൻ്റെ വൈഭവത്തിന് ഒട്ടും കുറവുണ്ടാവില്ല. അതിൻ്റെ ആകർഷണീയതയ്ക്ക് ഒട്ടും കുറവുണ്ടാവില്ല. അതിനോട് പറ്റിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അതായിട്ട് മാറും ഏതൊരു വസ്തുവും. അപ്പോൾ എല്ലാ മനോമാലിന്യങ്ങളും എല്ലാം തീർന്നിട്ട് അതങ്ങടായിട്ട് മാറും. ആ തീക്കനലിൽ ചെന്നാൽ പിന്നെ ആ ചെന്ന് വീഴുന്നതും തീക്കട്ടയായിട്ട് മാറുന്നത് പോലെ മാറണു. കാമം, ക്രോധം, ഭയം, സ്നേഹം, ഐക്യം, സൗഹൃദമെന്നിവ ഭഗവാനിലുറപ്പിക്കുന്നവൻ തന്മയനായി വരും. മാർഗമേതാകിലും ലക്ഷ്യം മാറായിൽ മതിയെങ്കിലും അനന്ത കല്യാണ ഗുണാകാരണം കമലാക്ഷനിൽ. പറയണു, കാമം, ക്രോധം, ഭയം, സ്നേഹം, ഐക്യം, ഏത് ആയിക്കോട്ടെ, ഏതൊരു ഭാവമായിക്കോട്ടെ, ഒരു കാമം, ഒരാഗ്രഹം മറ്റുള്ള എന്തെങ്കിലും വസ്തുക്കളോടോ മനുഷ്യന്മാരോടൊക്കെ തോന്നിക്കഴിഞ്ഞാൽ, അനാവശ്യമായിട്ടൊരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അത് നാശത്തിന് കാര്യമാവും. ആവശ്യമായിട്ടായാലും ഏത് വിധത്തിലായാലും ആ കാമം നാശത്തിന് ഇതാവും. എന്തെങ്കിലും കാരണങ്ങളെ കൊണ്ട് ഒരാളോട് ദേഷ്യം തോന്നിയാൽ അതും നാശത്തിനിടയാവും. എന്തിനെങ്കിലും ഭയം തോന്നുക, ഒരു തസ്കര ഭയം, കള്ളം വരുമോ എന്നിങ്ങനെ പേടിപ്പിച്ചാൽ പിന്നെ മനസ്സമാധാനം ഉണ്ടാവുമോ? ചിലവർക്കുണ്ട് ചിലതരം പ്രാണികളെ പേടി, പുഴുക്കളെ പേടി. ഇവിടെ അദ്ദേഹത്തിൻ്റെ, എൻ്റെ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു ഈ ചേരട്ട എന്നൊക്കെ പറയും. അതിനെ ഭയങ്കര പേടി. എല്ലാ ദിക്കിലും അതുണ്ടോ സംശയം. അവർക്കത് കാരണം ഒരു മനസ്സമാധാനം നിൽക്കണോർത്തുണ്ടോ. പാവ അമ്മ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് അമ്മയ്ക്ക് അതൊരു ഭയം ആണ്. ആ ഭയം അതുപോലെ അങ്ങനെ ഒരു ഭയം ഉണ്ടായാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. സ്നേഹം, അമിതമായിട്ടുള്ള സ്നേഹം, ഭർത്താവിനോടാവട്ടെ, മക്കളോടാവട്ടെ, അച്ഛനോടാവട്ടെ, അമ്മോടാവട്ടെ, അമിതമായിട്ടുള്ളൊരു സ്നേഹമാണെങ്കിലോ, അച്ഛനെ വിട്ടു പിരിയാൻ വയ്യ, അമ്മയെ വിട്ടു പിരിയാൻ വയ്യാത്തൊരു സ്നേഹം, വിവാഹമൊക്കെ കഴിച്ച് പോകുമ്പോഴത്തെ കാര്യം ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ ഭർത്താവിനോട് അമിതമായിട്ടുള്ളൊരു സ്നേഹം, ആ ഭർത്താവ് എപ്പോഴും കൂടെ ഉണ്ടാവണം, അങ്ങനെ ആരോടും സംസാരിക്കരുത്, ആരോടും മിണ്ടരുത്, അങ്ങനെയുള്ളൊരു സ്വാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം, അമിതമായിട്ടുള്ളതൊക്കെ അങ്ങനെയാണ്, അധികമാണ്. അപ്പം അതുണ്ടായാലോ അതും ബുദ്ധിമുട്ടായി തീർന്നു. സൗഹൃദം, കൂട്ടുകാർ,
ഏതെങ്കിലും ഒരു കൂട്ട് എൻ്റെ മാത്രമായിരിക്കും, മറ്റുള്ളവരോട് കൂട്ടുകൂടുക അതൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു വിഷമം തോന്നുക. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ അമിതമായിട്ട് കൂട്ടുകൂടിയാലും എന്തെങ്കിലും ഒരു കാരണവശാൽ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായാൽ അവിടെ അത് തീർന്നു. അപ്പോൾ അതും ബുദ്ധിമുട്ടായിട്ട് തീരും. എന്നാൽ ഈ ആഗ്രഹം, ഇഷ്ടം ഭഗവാനോട്, നമ്മൾ കഥകൾ ധാരാളം കണ്ടുല്ലേ, കഥകൾ ധാരാളം കേട്ടു. ഭഗവാനെ സ്നേഹിച്ച മുസ്ലിം കുട്ടിയുടെ കഥ അല്ലേ, ആ സ്നേഹം ഭഗവാനോട് വെച്ചപ്പോൾ ആ സ്വയം ഭഗവാനായിട്ട് മാറി. കാരണം ഭഗവാനെ സ്നേഹിച്ച് 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 ഈ ശരീരബോധം ഇല്ലാണ്ടായപ്പോൾ ആ ശരീരത്തിൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് ആ ജീവാത്മാവ് ആ പരമാത്മാവിൽ ചേർന്നു. കാരണം രണ്ടും ഒന്നാണെന്ന് ബോധ്യമായാൽ പിന്നെ അങ്ങനെയാണ്. അതാണ് അവിടെ സംഭവിച്ചത്. അങ്ങനെ അത് നോക്കൂ. അതുപോലെ ദേഷ്യം ഉണ്ടാവുക എന്നുണ്ടാക്കിയ ആ ദേഷ്യം അല്ലെ, കംസനും അവർക്കൊക്കെ എത്ര ദേഷ്യമായിരുന്നു. ഭഗവാനെ വധിക്കണം, എവിടെ ഭഗവാൻ എവിടെ ഭഗവാൻ എവിടെ ഭഗവാൻ അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ ആ വധിക്കാനായിട്ട് അന്വേഷിച്ച് നടന്നു. പൂതന വന്നു. ഇതൊക്കെ എന്താ, നമ്മുടെ ഉള്ളിലുള്ള ഓരോരോ ദുർഗുണങ്ങളാണ്. അപ്പോൾ എന്തുണ്ടാവണം, അപ്പോൾ ആ വധിച്ചു കംസനെ എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിയല്ല വധിക്കണേ, നമ്മുടെ ഉള്ളിലുള്ള ക്രോധത്തിനെ ആരില്ലാണ്ടാക്കും, ഭഗവാൻ ഇല്ലാണ്ടാക്കും. ആ ക്രോധമാണ് നമുക്ക് ദോഷമായിട്ട് നിന്നെന്ന് വെച്ചാൽ ആ ക്രോധം ഈശ്വരനിലേക്ക് വെച്ചാൽ ഈശ്വരൻ ആ ക്രോധത്തിനെ ഇല്ലാണ്ടാക്കി നമ്മളെ പവിത്രമാക്കി തീർത്ത് ഭഗവാനോട് ചേർക്കണം. ഭയം അല്ല, ഈശ്വരനെ ഭയം ഉണ്ടാവുക, അതെങ്കിലും ഉണ്ടാവണം. എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അയ്യോ ഭഗവാൻ അറിയില്ലേ, ഒരു ഭയം ഉണ്ടായാൽ തെറ്റ് ചെയ്യില്ല. ഒരു കളവ് പറയുമ്പോൾ ഈശ്വരൻ ആരറിഞ്ഞില്ലെങ്കിലും ഭഗവാൻ അറിയും. ഒരു ഭയമാണ് എന്നുവെച്ചാൽ ആ കളവ് പറയാൻ തോന്നില്ല. ഒരാളെ ദ്രോഹിക്കുമ്പോൾ ഈശ്വരൻ അതറിഞ്ഞ് അപ്പോൾ ദ്രോഹിക്കാൻ തോന്നില്ല. നമുക്കങ്ങനെ ഭയമുണ്ട്, ഭഗവാനെ പേടിക്കാന്നൊക്കെ പറയുള്ളൂ. നമുക്ക് ആർക്കും ഭയമൊന്നുമില്ല. എല്ലാം കാണുന്നതാണ് ഈശ്വരൻ എന്നുള്ള വിചാരവും ഇല്ല. അതുകൊണ്ടൊക്കെ നമ്മൾ ധാരാളം കളവ് പറയും, ധാരാളം തെറ്റ് ചെയ്യും, ആരും കാണുന്നില്ല എന്നൊക്കെയാണ് വിചാരം. എല്ലാം അറിയണ ആ ഭഗവാന്റെ മഹത്വമൊന്നും നമുക്ക് മനസ്സിലാവണില്ല. പിന്നെ സ്നേഹം, ആ സ്നേഹം മുഴുവൻ എല്ലാവരിലും. അപ്പോൾ അച്ഛനെ സ്നേഹിക്കുന്നു, അമ്മയെ സ്നേഹിക്കുന്നു, ഭർത്താവിനെ സ്നേഹിക്കുന്നു, ഭാര്യയെ സ്നേഹിക്കുന്നു, കുട്ടികളെ സ്നേഹിക്കുന്നു, അയൽപ്പക്കക്കാരനെ സ്നേഹിക്കുന്നു. എല്ലാവരോടും ഉള്ള സ്നേഹം മുഴുവൻ ഈശ്വരനെ സ്നേഹിക്കുന്ന പോലെ എല്ലാവരെയും സ്നേഹിച്ചു നോക്കും ഭഗവാനെ. അപ്പോൾ ആ സ്നേഹം മുഴുവൻ ആരിൽ ചെന്ന് ചേരും, ഭഗവാനിൽ ചെന്ന് ചേരും. അപ്പോൾ എല്ലാം ആ ഭഗവാനിൽ ഉറപ്പിക്കുന്നത് നന്മയ്ക്കായിട്ട് വരും. അങ്ങനെ എല്ലാം ആണ്. സൗഹൃദമായാലും ആരോട് വേണം സഖ്യം, ഐക്യം ആരോട് വേണം, ഭഗവാനോട് ഐക്യം, ഭഗവാനോട് സൗഹൃദം. അങ്ങനെയാണെങ്കിൽ അത് നന്മയുണ്ടാവുള്ളൂ, ഭഗവാനിലെ എത്തും നമ്മൾ. അവസാനം മാർഗം ഏതായാലും വേണ്ടില്ല, ലക്ഷ്യം ഭഗവാനായാൽ മതി എന്നതാ പറയണു ഇവിടെ. വൈരാദികൾ വളർത്തിയിടും മനുജൻ ദയനീയനാം, എങ്ങും നേർവഴിയുള്ളേടം അതുതാനല്ലയോ ഗുണം. സർവർക്കും സുഗമോപായം ഭക്തിയെന്നു അരുൾ ചെയ്യുകയാൽ മറ്റുള്ളതെല്ലാം പ്രത്യേകം എന്നോർക്കും ബുദ്ധിയുള്ളവർ. ജന്മം മുതൽക്കേ ഭഗവത് കാരുണ്യാമൃതമിത്രയും ആസ്വദിച്ചു വളർന്നുള്ളോരങ്ങോതീടരുതാവിധം. അതിപ്പോൾ ഇദ്ദേഹം ഇവിടെ പരീക്ഷിച്ച് ചോദിക്കുമ്പോൾ ഭഗവാന്റെ ആ കാരുണ്യം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നേ അറിഞ്ഞ ആളാണ്. അത് അങ്ങ് ഇങ്ങനെ പറയരുതെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം എന്തുകൊണ്ടാണ് ചോദിച്ചത്? അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം ഒരു മനുഷ്യനാണ്, മനുഷ്യൻ്റെ ചിന്തകൾ. കാരണം ഇങ്ങനെ ഒരു വികാരം കൊണ്ടാണ് അദ്ദേഹം, ആ ക്രോധം കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ നില വന്നത്. പക്ഷേ അത് ഭഗവാനോടുള്ള പ്രേമം കൊണ്ട് ആ ശാപം പോലെ അദ്ദേഹത്തിന് അനുഗ്രഹമായിട്ട് മാറി. അപ്പോൾ തനിക്കുണ്ടായ ഈ സൗഭാഗ്യം, തനിക്കുണ്ടായ ആ ഭാഗ്യം മറ്റെല്ലാവർക്കും ഉണ്ടാവണം എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഓരോ ചോദ്യങ്ങളും അദ്ദേഹം ചോദിച്ചുകൊണ്ട് നമുക്ക് എല്ലാത്തിനും ഉത്തരം തന്നുകൊണ്ടാണ് ഈ ഭാഗവതം നമ്മളെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്നത്. അപ്പം അങ്ങനെ വൃക്ഷങ്ങളും മുക്തിയണഞ്ഞിടും ആരലിവെന്തുകിൽ ആ മഹാപ്രഭുവോർത്തിയിടിൽ എന്തും സാധ്യം ജഗത്തിതിൽ. ഈ നിൽക്കുന്ന വൃക്ഷങ്ങൾ, അതുപോലെ ചെടികൾ, ഇതൊക്കെ ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മുക്തി നേടേണ്ടതുണ്ടെങ്കിൽ ആ ഭഗവാന് സാധിക്കാത്തതായിട്ട് എന്താണുള്ളത്? കേൾക്കൂ വേണുസ്വനം കേട്ടു വന്ന ഗോപികളോടുടൻ ചോദിച്ചാൻ വാഗ്വിലാസത്തിൽ അവർ മോഹിച്ചു പോം വിധം. പറഞ്ഞു, ഇതാ തുടർന്ന് പറയാൻ കേട്ടോളൂ.
ആ ഗോപികമാരെല്ലാവരും എല്ലാം ഉപേക്ഷിച്ചിട്ടതാ ആ ഭഗവാന്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ എന്താ അവരോട് ചോദിക്കണേ? അവരോട് പറയണു, നിങ്ങൾ വന്നതു സന്തോഷം, ഇപ്പോൾ ചെയ്യേണ്ടതെന്തു ഞാൻ? വിശേഷമൊന്നുമില്ലല്ലോ വന്ന കാരണമോതുവിൻ. ഭഗവാന്റെ വേണുനാഥം കേട്ട് ഞാൻ വിളിക്കും, എപ്പോൾ വിളിച്ചാലും വന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഇവിടെ വന്നപ്പോൾ ചോദിക്കാം, എന്താ നിങ്ങളൊക്കെ ഈ രാത്രി ഇങ്ങോട്ട് പോന്നേ? വിശേഷമൊന്നും ഇല്ലല്ലോ, ഞാൻ ഇപ്പം എന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ടോ? വല്ല കാരണമുണ്ടോ വരണേന്ന് എന്ന് ചോദിക്കണം. ആലോചിച്ച് നോക്കൂ. എല്ലാം വിട്ടിട്ട് ഈ ചോദ്യം ചോദിക്കുകയാണ് ഭഗവാനോട്. അപ്പോൾ നിൽപ്പതെന്തിനിയും രാവാണല്ലോ പെൺമണിമാർകളെ, കണ്ടില്ലേ വെണ്ണിലാവിങ്കൽ മിന്നും വൃന്ദാവനന്തരം. ഒരാളും നിങ്ങളിവിടം വന്നതായൊരു മട്ടിലും അറിയില്ലത്രയോ കൊച്ചു പൈതങ്ങൾ കരയില്ലയോ. അച്ഛനും മറ്റു വല്ലോരും തിരഞ്ഞീരാവിൽ നിങ്ങളെ കാണാതിങ്ങലഞ്ഞിടും സംശയിക്കേണ്ട പോവുക. അതിനാലിനി വൈകാതെ നിങ്ങൾ തൻ പ്രിയകാന്തനെ ശുശ്രൂഷിപ്പതിനല്ലാകില്ല ധർമ്മമുളവായി വരും. നിങ്ങൾ തൻ വരവൊട്ടേറെ യുക്തമാണില്ല സംശയം. ഉൾപ്രീതി വെപ്പതുണ്ടെന്നിൽ വെറും ജന്തുക്കൾ കൂടിയും പതിശുശ്രൂഷയാണെന്നും സ്ത്രീകൾ തൻ മുഖ്യമമൃതം. മറ്റുള്ളവരെയും വീട്ടിൽ പ്രീതിയോടെ ഭജിക്കലും. ഹരേഷ്ണ വൃദ്ധൻ വിരൂപൻ ദുശ്ശീലൻ ദരിദ്രൻ മൂഢനെങ്കിലും വിടായിക പതി നിഷ്പാപനെന്നാലും എന്നും സതീജനം. കുലസ്ത്രീകൾക്കും മറ്റോനെ നോക്കിയിടിൽ നരകപ്രദം. ഭയം നിന്ദ്യവുമാണെന്നല്ലിഹവും പരവും കെടും. ആകയാൽ വെറുതെ നിൽപ്പതെന്തിനം സഖിമാർകളെ, വീട്ടിൽ പോവരുതേ നിങ്ങളെന്തേ മിണ്ടായ്വതീവിധം. പ്രിയന്റെ വാക്കിൽ ഉൾത്തിങ്ങും പൊരുളാ ഗോപകന്യകൾ തെറ്റിദ്ധരിച്ച് അതിസ്നേഹം നിമിത്തം മാഴി നിന്നുടൻ. ആ വരി ശ്രദ്ധിക്കണേ. പ്രിയന്റെ വാക്കിൽ ഉൾത്തിങ്ങും പൊരുളാ ഗോപകന്യകൾ തെറ്റിദ്ധരിച്ച് അതിസ്നേഹം നിമിത്തം മാഴി നിന്നുടൻ. അതിസ്നേഹം കൊണ്ട് ആണ് അവർക്ക് അത് തെറ്റിദ്ധാരണ ഉണ്ടായത്. എന്താ ഭഗവാൻ ചോദിച്ചേ? അല്ല, ഈ രാത്രിയിലേതാ നിങ്ങൾ എന്താ ഇങ്ങോട്ട് വന്നത്? നിങ്ങളിതാ ഇങ്ങോട്ട് വന്നപ്പോൾ നിങ്ങളുടെ കുട്ടികളൊക്കെ കിടന്ന് കരയില്ലേ? അച്ഛനില്ലേ? അമ്മയില്ലേ? അവരെ നോക്കണ്ടേ എന്നൊക്കെ. അത് നിങ്ങളുടെ ധർമ്മമല്ലേ? ഭർത്താവിനെ നോക്കേണ്ട ധർമ്മമല്ലേ എന്നെല്ലാം കാര്യങ്ങൾ ഇത് അവരോട് ചോദിക്കുകയാണ്. നിങ്ങൾ കുലസ്ത്രീകളല്ലേ? ഈ ചോദ്യം ഭഗവാൻ നമ്മളോട് എത്രയോ തവണ ചോദിച്ചിട്ടുണ്ടല്ലേ? എത്രയോ തവണ ചോദിച്ചിട്ടുണ്ട്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ചോദ്യം ഭഗവാൻ നമ്മളോട് ചോദിച്ചത്? നമ്മളിതാ ആ ഭഗവാന്റെ കഥകൾ കേട്ട് നാമം ജപിച്ചുകൊണ്ട് ആ ഭഗവാനോട് കൂടുതൽ ഇങ്ങനെ ആ ഈശ്വര കഥകൾ കേൾക്കാനൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഭഗവാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും. എപ്പോഴും ഇതും നാമജപവും ഭാഗവതവും ഇതൊക്കെ ആയിട്ട് നടന്ന ആ വീട്ടിലെ കാര്യങ്ങൾ ആരാ നോക്കുക? അതൊക്കെ നിങ്ങളുടെ ധർമ്മമല്ലേ? നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ധർമ്മചിന്ത അങ്ങോട്ട് ഉണരും. ധർമ്മമല്ലേ? വീട്ടിലെ കാര്യങ്ങൾ നോക്കണ്ടേ? അവരടുത്തിരിക്കണ്ടേ? എപ്പോഴും ഇതായ ബുദ്ധിമുട്ടുണ്ടോ? പലരും നമ്മുടെ ഉള്ളിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്, പുറമേ നിന്നും നമ്മളോട് ചോദിക്കും. അമ്പലവും ഇതൊക്കെ ആയിട്ട് നടന്നാൽ വീട്ടുകാര്യങ്ങൾ ധർമ്മം ഒക്കെ അനുഷ്ഠിക്കണ്ടേ? അച്ഛനെ നോക്കണ്ടേ? അമ്മയെ നോക്കണ്ടേ? കുഞ്ഞുങ്ങളെ നോക്കണ്ടേ? അപ്പം അതില്ലാണ്ടായി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ദോഷം വരില്ലേ? അപ്പം അതുകൊണ്ട് നിങ്ങളിതാ തിരിച്ചു പോവൂ. അപ്പോൾ അമിതാവരുത്. നമ്മളോടും പറയല്ലേ, ഭക്തിയൊക്കെ ആവാം, കൂടുതലാവരുത്. കുടുംബത്തിനാണ് പ്രാധാന്യം കൊടുക്കുക. എത്രയോ പേര് അല്ലേ ഭഗവാൻ പലരിലൂടെ നമ്മളോട് ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഭക്തിയൊക്കെ ആവാം, കൂടുതലാവരുത്. രാവിലെയും വൈകുന്നേരം വിളക്കുകൊളുത്തി വേണമെങ്കിൽ ഇത്തിരി നേരം നാമം ജപിക്കാവാം, അത്രയേ ഉള്ളൂ. അധികം പൂജയോ നാമങ്ങളോ ഭജനകളോ ഭാഗവതം കേൾക്കലോ സപ്താഹങ്ങളോ എന്നൊക്കെ പറഞ്ഞ് നടന്നാൽ കുടുംബം നാനാവിധാവും. കുടുംബം നോക്കാണ്ടിരിക്കരുത്. ഈ പോകുന്ന അമ്മമാരൊക്കെ രാവിലെ അങ്ങോട്ട് എണീറ്റ് പുസ്തകം കക്ഷത്തിച്ച് പോണവരല്ല. അപ്പോൾ അവിടെ വയസ്സായ അമ്മയുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞുള്ള നേരത്തെ പോകണ്ടാവുള്ളൂ.
ഒരു സപ്താഹം നടക്കുമ്പോൾ ആ സപ്താഹത്തിൽ പിന്നെ പോകാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ ഇതൊക്കെയാണ് പറയുക. 7 ദിവസം ഇപ്പോൾ അവിടെ ചെന്നിരുന്ന നടക്കുമോ? ഇപ്പോൾ 7 ദിവസം അവിടെ ചെന്നിരുന്ന നടക്കില്ല. ശരി, ഒരു ടൂറ് പോവുകയാണ്. കുളു, മണാലി അവിടെ അവിടെയൊക്കെ ഒരു 7 ദിവസത്തെ യാത്രയാണ്. വീട്ടിലെല്ലാവരും കൂടി പോകണു. അവിടെ നിന്നൊരു ഇത് പോകണ്ട്, വണ്ടി പോകേണ്ട സൗകര്യങ്ങളുണ്ടെന്ന് ഒരാൾ പറയണു. അപ്പോൾ ടൂറ് പോകണം, വീട്ടിലെല്ലാവരും കൂടി പോകണം അല്ലേ? ആ വീട്ടിലെല്ലാവരും കൂടി പോകുമ്പോൾ അതിനെ വേണ്ടതുപോലെ ആസ്വദിക്കണം. അങ്ങനെ പോണ സമയത്ത് ചിലപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അച്ഛനും അമ്മയൊക്കെ അവിടെ ആക്കിയിട്ടാവും ഉണ്ടാവുക അല്ലേ? അങ്ങനെയും പോണവരുണ്ട്. അച്ഛനമ്മയും കൊണ്ടുപോകാത്തവരുണ്ട്, കൊണ്ടുപോകണവരുണ്ട്, പല വിധത്തിന് പോകേണ്ട. ചിലപ്പോൾ ഭർത്താവ് ഓഫീസിൽ നിന്ന് പോകുന്നുണ്ട്, ഭർത്താവിന് മാത്രമേ പോകാൻ പറ്റില്ല, അദ്ദേഹം പോയിട്ട് വരുന്നു. അപ്പോൾ ഭാര്യയും മക്കളെയും അച്ഛനെയും അമ്മയൊക്കെ കൂടെ ഇട്ടിട്ട് പോകണം. അല്ലെങ്കിൽ ഭാര്യ പോയിട്ട് വരുന്നു. ഭാര്യ പോയാൽ ഒത്തിരി ബുദ്ധിമുട്ടാണ്, എന്നാൽ അത് പോട്ടെ. എന്നാലും ഓഫീസിൽ നിന്ന് പോകാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ ശരി. ഇതിലൊന്നും അത് തെറ്റൊന്നുമില്ല എന്ന് തോന്നും. അതേസമയം ഭാഗവതത്തിന് വരുമ്പോൾ അതെങ്ങനെയാണ് തെറ്റാവണതെന്ന് വിചാരിച്ചാൽ, ഭാഗവതത്തിന് വരുമ്പോൾ അതിൽ ഒരാൾക്ക് മാത്രമേ അതിൽ താല്പര്യമുള്ളൂ, മറ്റുള്ളവർക്കൊന്നും അതിന് താല്പര്യമില്ല. നമ്മുടെ വീട്ടിലുള്ളവർ മറ്റെല്ലാവർക്കും താല്പര്യമില്ല. എല്ലാവരും ഇപ്പം ഞങ്ങൾ കോഴിക്കോടായിരിക്കുന്ന സമയത്ത് ഹരേഷ്ണ അവിടെ പള്ളിപ്പാട്ട് അയ്യപ്പ ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിലെ സപ്താഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും അത്ഭുതത്തോട് കൂടിയിട്ട് ഞാൻ ആലോചിക്കുന്ന കാര്യങ്ങൾ. അവിടെ ആ സമയമാകുമ്പോൾ, സപ്താഹത്തിൻ്റെ സമയമാകുമ്പോഴാണ് മക്കളൊക്കെ പലരും, ഞാൻ പുറമേ ഉള്ളവരൊക്കെ ആ സമയത്താണ് വരിക. അവിടെ ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും കൂടി അമ്പലത്തിൽ രാവിലെ 5 മണിക്ക് ചെന്നാൽ ക്ഷേത്രം നിറച്ച ആൾക്കാരാണ്. കാരണം അവിടെ എല്ലാ കാര്യങ്ങളും ഒരുക്കാനും ശരിയാക്കാനും ഒക്കെ എല്ലാവരും ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടാവും. അത് രാത്രി 10 മണിയായിട്ട് നമുക്ക് അവിടെ ചെന്ന് 6 മണിക്ക് ചെല്ലുക, സപ്താഹം കേട്ട് 6 മണിക്ക് പോരും, അത്രയേ ഉള്ളൂ. പക്ഷെ അവർ ആ കുടുംബസമേതം അവിടെ നിന്ന് അവിടെ വേണ്ടതൊക്കെ ചെയ്ത് 11 മണിക്കൊക്കെയാണ് പോവുക. പിന്നെ 3 മണി 4 മണിയാകുമ്പോഴേക്കും അവർ തിരിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെ കാര്യങ്ങൾ, അവരുടെയും വീട്ടിലെ കാര്യങ്ങളുണ്ട്. അവർ ടൂറിന് പോണേക്കാളും പ്രാധാന്യം കൊടുത്തേക്കുന്നത് ഈ ഒരു കാര്യത്തിനാണ്. അങ്ങനെ അവിടെ വരണു. ജീവിതത്തിൽ വർഷത്തിലൊരിക്കലും ഒരു 7 ദിവസം നമ്മൾ പറയണു, നമ്മുടെ വീട്ടിൽ എല്ലാവരും കൂടി പോവുക, ലീവ് എടുത്ത് പോവുക എന്ന് പറഞ്ഞാൽ, ഇതിന് വേറെ എന്തിനു വേണമെങ്കിലും എത്ര ദിവസം വേണമെങ്കിലും ലീവ് എടുക്കും, ഇതിന് ആരെങ്കിലും ലീവ് എടുക്കുമോ? ഇതൊക്കെ കാരണം എന്താണെന്ന് അറിയാം, ഇതൊന്നും ആവശ്യമില്ലാത്ത കാര്യമാണ്. ഇതൊന്നും നമുക്ക് ഒരു ഗുണമില്ലാത്ത കാര്യമാണ്, വെറുതെ ഇരുന്ന് സമയം കളയാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയുള്ള നമ്മുടെ അജ്ഞാനം കൊണ്ടാണ്. ശരിക്കും കുട്ടികളൊക്കെ ഉണ്ടല്ലോ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഈ വെക്കേഷൻ സമയത്തുള്ള സപ്താഹങ്ങളെയൊക്കെ നന്നായിട്ട് ഇതുപോലെ പറയുന്ന ആചാര്യന്മാരൊക്കെ ഉണ്ടാവും. അവർ ഇങ്ങനെ നല്ലതായിട്ട് പറഞ്ഞു തരുന്നവരൊക്കെ ഉണ്ട്, ധാരാളം പേരുണ്ട്. അവിടെയൊക്കെ കൊണ്ടുവന്നിരുത്തി ഇത് കേൾപ്പിക്കണം. അവർക്ക് പഠിക്കാനുള്ള പല കാര്യങ്ങൾ അതിലുണ്ട്, ഈ ഭാഗവതത്തിലുണ്ട്. ഭാഗവതത്തിൽ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. കണക്കുണ്ട്, സയൻസ് ഉണ്ട്, സോഷ്യൽ സ്റ്റഡീസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ പഠിക്കാനായിട്ടുള്ളതല്ലേ. സ്നേഹം എന്താണെന്ന് പഠിക്കണു, കാരുണ്യം എന്താണെന്ന് പഠിക്കണു, മറ്റുള്ളവരോട് ഇങ്ങനെ പെരുമാറേണ്ടതെന്ന് പഠിക്കണു, ദേഷ്യം കൊണ്ടുണ്ടാവേണ്ടത് എന്താ ബുദ്ധിമുട്ടെന്ന് പഠിക്കണു, അഹങ്കാരം കൊണ്ടുണ്ടാവണതിൻ്റെ ബുദ്ധിമുട്ടെന്താണെന്ന് ധാരാളം പഠിക്കാനുണ്ട്. കുട്ടികളെ ഒരു നല്ല പൗരനാക്കി വളർത്താൻ ശരിക്കും ഭക്തിയൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് സാധിക്കാണ്ടൊന്നും ഇരിക്കില്ല. പക്ഷെ ആർക്കും അതിനെ കൂടെ ഉൾക്കൊള്ളാൻ പറ്റണില്ല, ആർക്കും സാധിക്കണില്ല. ഇത്ര ദിവസമൊക്കെ കാലത്തൊട്ട് വൈകുന്നേരം വരെ ആ സമയത്ത് ഇവിടെ അങ്ങനെ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും സാധ്യത. ചില സപ്താഹത്തിലുള്ള ആചാര്യന്മാർ തന്നെ പറയും, നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് പതുക്കെ വന്നാൽ മതി, എന്നിട്ട് കഥ കേട്ടിട്ട് പൊക്കോളൂ. അത് കഴിഞ്ഞ് പിന്നെ ഈ കഥ കേൾക്കലല്ല ഭാഗവതത്തിൻ്റെ പ്രാധാന്യം, അത് പാരായണം ചെയ്ത് കേൾക്കലാണ്. അതാണ് ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി. അത് നമുക്ക് മനസ്സിലാവൊന്നും വേണ്ട, നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലട്ടെ. ഭവരോഗത്തിനുള്ള സിദ്ധ ഔഷധമാണ് അത്. രോഗത്തിന് ഔഷധം കഴിക്കുമ്പോൾ ആ ഔഷധത്തിൽ എന്തൊക്കെയുള്ള ആ ഔഷധത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾ അതെന്തൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്, എന്തൊക്കെ ചെയ്തിട്ട് അങ്ങനെ നോക്കിയിട്ടാണോ കഴിക്കുക? അതിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല നമുക്ക്. ഡോക്ടറെ എഴുതി തരുന്നത് കഴിച്ചാലേ മാറുള്ളൂ എന്ന് പറഞ്ഞു കഴിക്കണു. അതുപോലെ ഇത് ഭവരോഗത്തിനെ നീക്കാൻ വേണ്ടിയിട്ടുള്ള സിദ്ധ ഔഷധമാണ്. നമ്മുടെ കാമങ്ങൾ, ക്രോധങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ദുഃഖങ്ങൾ എല്ലാത്തിനും
അതായത് എന്തുകൊണ്ടാണ് ഇതൊക്കെ വരണത്, ദുഃഖം വരണത് എന്തുകൊണ്ടാണ്, മനുഷ്യന് മനസമാധാനം കിട്ടാത്തത് എന്തുകൊണ്ടാണ്, ശാന്തി ലഭിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ വിശദമായിട്ട് ഓരോരോ അനുഭവങ്ങളിലൂടെ ഓരോരോ കഥകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയാണ്. എന്ത് പ്രതിസന്ധി വന്നോട്ടെ അതിന് നമ്മളെ ഒരുക്കി തീർക്കുകയാണ്. അങ്ങനെ നാളത്തെ പൗരന്മാരായിട്ടുള്ള കുട്ടികളെ അങ്ങനെ ഒരുക്കി തീർക്കണം. ഇന്നത്തെ കുട്ടികളൊക്കെ എന്താ, ഈ മൊബൈലും കയ്യെ പിടിച്ച് ചവിട്ടിയിലാ കുന്തം വെച്ച് മുറിയുടെ ഉള്ളിൽ എത്ര നേരം രാവിലെ തൊട്ടിട്ട് രാത്രി വരെ അതിൻ്റെ ഉള്ളിൽ, രാവും പകലും അതിൻ്റെ ഉള്ളിൽ ഇരുന്നാൽ അച്ഛനമ്മമാർക്ക് ഒരു സങ്കടമില്ല. അച്ഛനമ്മമാർ ഭക്ഷണമൊക്കെ നേരത്തിന് അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നു. പക്ഷേ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് ഇത്തിരി അത് കേട്ടിരിക്കുക, അപ്പം അത് കേട്ടിരിക്കാണ്ടാണ്, അതിനൊരു പുച്ഛാണ്, വല്ലാത്ത സങ്കടം തോന്നും ചിലപ്പോൾ കാണുമ്പോൾ. അറിവില്ലാഞ്ഞിട്ടാണ്. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നിതു ചിലർ. കാരണം നമ്മുടെ എൻ്റെ കഴിവുകൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ നിൽക്കുന്നത്, ഞാൻ കാരണമാണെന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നടക്കുക, ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ തിരിച്ചറിയണമെങ്കിൽ ഇതുപോലെ ഭാഗവതം, അതുപോലെ ഭഗവാന്റെ ഉപദേശങ്ങൾ ഗോപികമാർക്ക് പോലും എന്താ പറയണു, അവരും കൂടി തെറ്റിദ്ധരിച്ചു ഈ പറഞ്ഞത് എന്താണെന്ന് ഉള്ളത്. കാരണം എന്താ ഇപ്പം അവിടെ പറയണേ, നിങ്ങളുടെ പതി ശുശ്രൂഷയാണ് സ്ത്രീകളുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ജോലി. ആരാണ് പതി? ആരാണ് പതി? എന്ന് വെച്ചാൽ ഭർത്താവ് എന്ത് ചെയ്യുന്ന ആളാണ്? നമ്മളെ എല്ലാവരെയും സംരക്ഷിക്കേണ്ട ആളാണ്. ജീവിതം, നമ്മുടെ പ്രാണാവസാന കാലം വരെ നമ്മളെ സംരക്ഷിച്ചോളാം. തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷിച്ച്, നല്ലത് ചെയ്യുമ്പോൾ പ്രശംസിച്ച്, സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിച്ച്, ദേഷിക്കേണ്ടടുത്ത് സ്നേഹിച്ച്, എല്ലാവിധത്തിലും ഒരു അച്ഛൻ്റെ സ്നേഹം, അമ്മയുടെ സ്നേഹം, സഹോദരൻ്റെ സ്നേഹം, അതുപോലെ അമ്മാവൻ്റെ സ്നേഹം, പുത്രൻ്റെ ഭാവം എല്ലാം ഒരു ഭർത്താവിലുണ്ടായിരിക്കണം എന്നാണ് പറയണേ. അതുപോലെ തിരിച്ച് ഭാര്യയിലും എല്ലാ ഭാവത്തിലും അമ്മയായിട്ട് നോക്കണം, ഭാര്യയായിട്ട് നോക്കണം, സഹോദരിയായിട്ട് നോക്കണം, എല്ലാ ഭാവത്തിലും. ഒരു വയ്യാണ്ടൊക്കെ കിടക്കുമ്പോൾ കുഞ്ഞിനെ എങ്ങനെ സംരക്ഷിക്കണോ അതുപോലെ ഭാര്യ ഭർത്താവിനെ സംരക്ഷിക്കണം. തിരിച്ചും മകളെ നോക്കുന്ന പോലെ അച്ഛൻ മകളെ നോക്കുന്ന പോലെ ആ ഭാവത്തിൽ, ആ വാത്സല്യത്തോടു കൂടി, ആ പരമപ്രേമത്തിൻ്റെ ആ സമയത്ത്, ആ പ്രണയ സമയത്ത് പ്രണയം നൽകണം. എല്ലാം നൽകിക്കൊണ്ട് വേണം ഒരു പതിയും പത്നിയും കഴിയാനായിട്ട്. ആ പത്നിയെ എങ്ങനെ നോക്കണം? അവളുടെ പ്രാണ അവസാന കാലം വരെ നോക്കണം. അങ്ങനെയാണ് വിവാഹത്തിലൊക്കെ നമ്മൾ പറയുന്ന മന്ത്രങ്ങളൊക്കെ അതിനാണ്, പ്രാണാവസാന കാലം വരെ സംരക്ഷിക്കാം എന്നൊക്കെ. എന്നിട്ട് സാധിക്കുന്നുണ്ടോ? സാധിക്കുമോ ആർക്കെങ്കിലും? ആരാദ്യം പോകുന്ന ആർക്കറിയാം? ആരുടെ ജീവനാണ് ആദ്യം പോവുക? ആർക്കാ സാധിക്കുക? അപ്പോൾ അതിനെന്താ? അപ്പം ആരാണ് പതി? അങ്ങനെ ആർക്കാണോ സാധിക്കുന്നത് അവനാണ് പതി. അപ്പം നമ്മളുടെ എത്രയെത്ര ജന്മങ്ങളുണ്ടായാലും നമ്മളെ അങ്ങനെ സംരക്ഷിക്കുന്നത് ആരാണ്? ലോകാനാംപതി അല്ലേ, ജഗൽപതി, വിശ്വപതി അല്ലെ, എല്ലാം ആരാണ്? ആ ഭഗവാനാണ്. ശ്രീയപ്പതി, എല്ലാത്തിൻ്റെയും ഭർത്താവ് ആരാണ്? ഭഗവാനാണ്. എല്ലാവരെയും സംരക്ഷിക്കേണ്ട ആളാണ് ഭഗവാനാണ്. അപ്പോൾ ആ ഭഗവാനിൽ ആണ് നമുക്ക് ശുശ്രൂഷാഞ്ച ശ്രദ്ധ വേണ്ടത്. ആ ഭഗവാനിയാണ് ശ്രദ്ധ വേണ്ടത്. ഭഗവാനിൽ നമുക്ക് ശ്രദ്ധ ഉണ്ടായാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കർമ്മങ്ങൾക്കൊക്കെ ശുദ്ധി ഉണ്ടാവും. തെറ്റ് ചെയ്യില്ല, ചീത്ത വാക്ക് പറയില്ല, ചീത്തയായ കാര്യങ്ങൾ ചെയ്യില്ല, മറ്റുള്ളവരെ സ്നേഹിക്കാനും എല്ലാവരെയും അങ്ങനെയൊക്കെ നമുക്ക് സാധിക്കും. അപ്പം ആരെയാണ്? പതിശുശ്രൂഷയാണ് ഏറ്റവും പ്രധാനമായ വ്രതം. സ്ത്രീകൾക്ക് എന്നുള്ളൊരു വാക്ക് ഇത് അവിടെ പറയുന്നു. സ്ത്രീ എന്ന് വെച്ചാൽ എന്താ? പരമമായ പുരുഷൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ സ്ത്രീലിംഗാണ്. നമ്മൾ ഈ ഇതുകൊണ്ട് സ്ത്രീ പുരുഷൻ എന്ന് പറയണ പോലെയല്ല. ആകെ കൂടി ആ പ്രധാന പുരുഷേശ്വരൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ സ്ത്രീലിംഗങ്ങൾ തന്നെയാണ് ഭഗവാന്റെ മുമ്പിൽ. അപ്പം എല്ലാവർക്കും എന്താ വേണ്ടേ? ഈശ്വര ശുശ്രൂഷ, ഈശ്വരനിൽ ശ്രദ്ധ വേണം, ഈശ്വരൻ്റെ നാമം ജപിക്കുക, അതിലാണ് ശ്രദ്ധ വേണ്ടത് എന്ന് അവിടെ പറയണു.
വീട്ടിൽ മറ്റുള്ളവരെയൊക്കെ പ്രീതിയോടുകൂടി നോക്കണം. അതായത് ഭർത്താവ് ഉണ്ടാവാം, ഭാര്യ ഉണ്ടാവാം, മക്കളുണ്ടാവാം, അച്ഛനുണ്ടാവാം, അമ്മയുണ്ടാവാം. ഇതൊക്കെ ഈശ്വരൻ പല പല രൂപഭാവത്തിൽ വന്ന് നമ്മളെ സ്നേഹിക്കാനായിട്ട് ഈശ്വരൻ തന്നെയാണ്. നമുക്ക് പൂജിക്കാൻ പൂജനീയനായിട്ട് നമ്മുടെ മുമ്പിൽ ആ ഭഗവാൻ തന്നെയാണ്. അവരെയൊക്കെ വേണ്ടതുപോലെ ശുശ്രൂഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ അതെന്തായി? ഈശ്വര പൂജയായി. പിന്നെ പറയണു, വൃദ്ധനും വിരൂപനും ദുശീലനും ദരിദ്രനൊക്കെ ആണെങ്കിലും ഭർത്താവിനെ വേണ്ടതുപോലെ നോക്കണം എന്ന് പറയണു. അതെന്താന്ന് വെച്ചാൽ ഈ പുറമേക്കുള്ള ഈ ഭാവങ്ങളൊന്നുമല്ല വേണ്ട, ഉള്ളിലിരിക്കണ അവരുടെ ഉള്ളിലും വിരൂപനായാലും വൃദ്ധനായാലും ആരാ ഉള്ളിലുള്ള ഈശ്വരനല്ലേ. വിരൂപനായാലും ദുശീലനായാലും ഉള്ളിലുള്ള ഈശ്വരഭാവത്തിനെ മനസ്സിലാക്കി ആ ഈശ്വരഭാവത്തിനെ നമ്മൾ പൂജിക്കണം എന്നതാ ഇവിടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരണു. അപ്പോൾ അതുപോലെ കുലസ്ത്രീകൾ മറ്റോനെ നോക്കിയിടിൽ നരകപ്രദം. ഇപ്പം ഇവിടെ എന്താ പറയണേ? വേറൊരു പുരുഷനെ നോക്കാൻ പാടില്ല. അപ്പം ഭർത്താവിനെ വിട്ട് ഇപ്പം ഞാൻ അന്യപുരുഷനാണ്, എന്നെ നോക്കരുതെന്ന് പറയണു ഭഗവാൻ. ഭഗവാനെ പോലെ ഭഗവാനില്ല, സർവ്വലോകത്തിനും പതിയായ ഭഗവാനല്ലേ നമ്മുടെ പ്രധാന പുരുഷേശ്വരൻ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ പ്രിയതമനൊക്കെ ആയിട്ടുള്ള ഭഗവാനാണ്. ഭഗവാനെ വിട്ടിട്ട്, അതായത് ഭർത്താവിലും ഈശ്വരനെ കാണണം, എല്ലാവരിലും ഈശ്വരനെ കാണണം, ഈശ്വരനല്ലാണ്ട് മറ്റൊന്നുമില്ല എന്നുള്ളൊരു ഭാവം വന്നാൽ അവിടെ അന്യത്വമില്ല, ഏകത്വമാണുള്ളത്. ആ ഒരു ഭാവമാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, പൊക്കോളൂ. എങ്ങനെയാണ് ഇവർ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ഈ വാക്കുകൾ പറയണത്. മിന്നീടും മുഖകമലം കുനിച്ചുമോമൽ കണ്ണി, മിന്നീടും മുഖകമലം കുനിച്ചുമോമൽ കണ്ണീരൽ കുളിർകുജ കുങ്കുമം നനച്ചും മണ്ണിൻ പൂങ്കുഴൽ വിരലാൽ കളം വരച്ചും ചൊന്നാരസതികൾ മുകുന്ദനോടിവണ്ണം. അതിനുള്ള മറുപടിയാണ് ഇനി ഗോപികമാര് പറയണത്. നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം. ഇന്ന് ഈ പറഞ്ഞതും കേട്ടതും ഉള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും, നമുക്ക് എല്ലാവർക്കും വീണ്ടും വീണ്ടും കേട്ട്, കാരണം ഭഗവാൻ പറഞ്ഞു തന്ന പലതും ഇതിൻ്റെ ഉള്ളിലുണ്ട്, കേട്ട് അതിനെ മനനം ചെയ്ത് മനസ്സിനെ ആ ഭഗവാനിലേക്ക് കൂടുതൽ അടുപ്പിച്ചുകൊണ്ട് ഗോപികമാരുടെ വാക്കുകളെ ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വാക്കുകൾ ഇവിടെ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ ഉള്ളിൽ ആ പ്രേമഭക്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ഒരുപാട് സന്തോഷമാണ് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ തന്നെ നമ്മുടെ മനസ്സിൽ എത്ര ആനന്ദമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ നമുക്ക് കൂടുതൽ കൂടുതൽ അനുഭവമായി കഴിഞ്ഞാലുള്ള നമ്മുടെ ഒരു അവസ്ഥ. അങ്ങനെ എല്ലാവർക്കും അനുഭവമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളോട് സമർപ്പിക്കുകയാണ്. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണ പ്രാണാധിക പ്രിയേ പ്രസാദിക്കുക മൂലോകമാതാവേ കരുണർണവേ ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കൽത്താരരും ശുഭേ തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി ഗംഗപത്മാവതീ രൂപേ ഷഷ്ടിമംഗളചണ്ഡികേ കൈതൊഴാം തുളസീരൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകയറ്റണേ ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ. ബർഹാപീഠം നടവരവപുകർണയോ കർണികാരം ബിഭ്രദ്വാസക്കനകപിശം വൈജയന്തിം ചമാലം രന്ധ്രാർവേണോരധരസുതയാ പൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശദ്ഗീതകീർത്തിം ഗോലോകനാഥനം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടുവരഞ്ഞിടാതെ
തീരേണമേ കൃഷ്ണ മദീയ ജന്മം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ജയ് ജയ് ശ്രീ രാധേശ്യാം.